ക്രിസ്തുവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അവൻ നമുക്ക് നൽകുന്ന വിശുദ്ധീകരണം മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല. അവന്റെ വിശുദ്ധീകരണം നാം പ്രാപിക്കേണ്ടതിന്. എന്താണ് ഈ അവന്റെ വിശുദ്ധീകരണം? യോഹന്നാന്റെ സുവിശേഷം 17:19 പറയുന്നത്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകുന്നത് ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്നാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് ആ വിശ്വാസത്തിലും വിശുദ്ധിയിലും നടക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം പറയുന്ന വിശുദ്ധീകരണത്തിന്റെ മുഴുവൻ പാറ്റേണും ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് പറയുന്നത്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് എബ്രായലേഖനം 12:10 പറയുന്നത്, നമുക്ക് അവൻ ബാലശിക്ഷ തരുന്നത് അവന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിനാണ്. അപ്പൊ ദൈവത്തിന്റെ ബാലശിക്ഷയിലൂടെ മാത്രം, അനുദിനം ആത്മാവിന്റെ നടപ്പിലൂടെ മാത്രം, ഇടുക്ക് വഴിയിലൂടെയുള്ള പ്രവേശനങ്ങളിലൂടെ മാത്രം, ക്രൂശിലൂടെ മാത്രം, ആത്മാവ് നമ്മളിലൂടെ പകർന്നു തരുന്ന ആ വഴിയിലൂടെ മാത്രം പ്രാപിക്കാൻ പറ്റുന്ന ഒന്നാണ് ദൈവികമായ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തിന്റെ നടപ്പിലേക്ക് നാം പോകണമെങ്കിൽ ശരിക്കും റോമാലേഖനത്തിൽ ആകെ ഒരധ്യായത്തിൽ മാത്രമേ വിശുദ്ധീകരണത്തിന്റെ യാത്രയെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം റോമാലേഖനം സുവിശേഷം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്നാൽ തുടർന്നുള്ള പ്രത്യേകിച്ച് എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൽ വിശുദ്ധീകരണത്തിന്റെ അനേകം ചിത്രങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഓരോന്നോരോന്നായിട്ട് അത് കാണും. പക്ഷേ ഈ വിശുദ്ധീകരണത്തിലേക്ക് പോകുവാൻ നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക്, വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് അങ്ങോട്ടെത്താൻ കഴിയില്ല. വീണ്ടും ജനിക്കണമെന്ന് മാത്രമല്ല, ആ വീണ്ടും ജനനത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് കൃത്യമായ ഉപദേശം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവികമായ വിശുദ്ധീകരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നാം പ്രാപിച്ച ഉപദേശ രൂപം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ കുറെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ആഴമായ നല്ല പ്രവൃത്തികൾ കഴിഞ്ഞും അതിൻ്റെയൊക്കെ വളരെ മുകളിലുള്ളൊരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശുദ്ധീകരണം. ഞാനത് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമുക്ക് ശുദ്ധീകരണം, വിശുദ്ധീകരണം എന്ന രണ്ട് വാക്ക്, പിന്നെ പരിശുദ്ധി എന്നൊരു വാക്കും കൂടെ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ നോക്കുമ്പം ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി, ഇത് മൂന്നും എന്താണ് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ശുദ്ധിയാക്കുക എന്ന് പറയുന്നത്, നമ്മൾ പാത്രങ്ങൾ ശുദ്ധിയാക്കാറുണ്ട്, പക്ഷെ അത് വിശുദ്ധമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം അറിയാം, ശുദ്ധിയായതെല്ലാം വിശുദ്ധമാകണമെന്ന് ഇല്ല. കർത്തൃമേശയ്ക്കുള്ള പാത്രങ്ങൾ നമ്മൾ ശുദ്ധിയാക്കി, പക്ഷേ അത് വിശുദ്ധമായില്ല. പക്ഷെ വിശുദ്ധ കാര്യങ്ങൾ കൊണ്ട് അത് നിറയുമ്പോൾ, വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ വിശുദ്ധമായിട്ട് മാറ്റുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു, മറ്റു പാത്രങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ശുദ്ധീകരിക്കപ്പെടുന്ന, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുക എന്നുള്ളൊരു പദ്ധതി ആ ശുദ്ധീകരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ അവന് പ്രിയപ്പെട്ട ജനമായി വേർപെടുവിച്ച് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശുദ്ധീകരണം ഈസ് ഓൺലി എ ബിഗിനിങ്. ക്ലെൻസിങ് ഓഫ് അവർ സിൻസ് എന്ന് പറയും, അത് ഒരു തുടക്കമാണ്. അവിടെ നിന്നുള്ള നമ്മുടെ യാത്രയാണ് ഈ വിശുദ്ധീകരണം നമ്മളിൽ പൂർത്തിയാക്കിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഏത് സമയത്തും നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കുമ്പോഴെല്ലാം, ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോഴെല്ലാം നമ്മളെ പൂർണ്ണരായിട്ടാണ് ദൈവം കണക്ക് കൂട്ടുന്നത്. എങ്കിലും നമ്മുടെ മുമ്പിലുള്ള നടപ്പ് നിസാരമായ ഒരു നടപ്പല്ല. ഇറ്റ്സ് എ ടഫ് വാക്ക്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വിശുദ്ധീകരണത്തിന്റെ തത്വം. നമുക്കറിയാം, ദൈവം നമ്മൾ രക്ഷിക്കപ്പെടുന്ന, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ സെക്കൻഡിൽ തന്നെ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് ആരംഭിക്കുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നത്, നമ്മുടെ ആ നടപ്പിനോട്, അതായത് കർത്താവ് നമുക്ക് നൽകുന്ന വിശുദ്ധീകരണത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം സ്നാനമാണ്. അതാണ് ഫസ്റ്റ് കമാൻഡ്മെന്റ്. ഒരു ശിഷ്യൻ ആദ്യം ചെയ്യേണ്ട കാര്യം കർത്താവ് എന്നെ രക്ഷിച്ച രക്ഷയെ സാക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ തത്വം എന്താണ്? വിശുദ്ധീകരണത്തിന് പല മീൻസ് ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പതുക്കെ വരാം. വിശുദ്ധീകരണത്തിന്റെ യഥാർത്ഥത്തിലുള്ള തത്വം എന്താണ് എന്ന് സ്നാനത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും.
അവിടെയാണ് യാത്ര ആരംഭിക്കുന്നത്. ക്രിസ്ത്യൻ ജേണി ഓഫ് എ ബിലീവർ സ്റ്റാർട്ട്സ് വിത്ത് ബാപ്റ്റിസം. സത്യം പറഞ്ഞാൽ ആത്മാവ് നമ്മളിൽ വരുമ്പോഴേ, നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴേ അത് ആരംഭിക്കും. പിന്നെ ആത്മാവിൻ്റെ പല ബ്ലെസ്സിങ്സ് നമുക്ക് പിന്നീട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, കൃപാവരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വരുമ്പോഴെല്ലാം നമ്മുടെ വിശദീകരണത്തിൽ തന്നെയാണ്. പക്ഷേ ഒഫീഷ്യലി നമ്മൾ വേദപുസ്തകത്തിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സ്നാനം അപ്പം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്നത് അത്രയും ഫാസ്റ്റായിട്ട് സ്നാനപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്നത്തെ അപ്പോസ്തലന്മാർക്കുള്ള കണ്ണ് നമുക്കില്ല. ഇവർ ശരിക്കും വീണ്ടും ജനിച്ചവരാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാറുണ്ട്. എനിവേ, തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സ്നാനത്തെ നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും വിശുദ്ധീകരണത്തിൻ്റെ ആ പാറ്റേൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയുന്നുണ്ടോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയുന്നുണ്ടോ? അറിയണം. കാരണം യേശുവിനോട് ചേരണമെങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകണം. അതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനോട് നിങ്ങൾക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലിംഗ് നടക്കുന്ന ഗലീലേക്ക് ചെന്നാൽ പോരാ, 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ചെടുത്ത് ചെന്നാൽ പോരാ, ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ പോരാ, അവൻ മരിച്ച സ്ഥലത്ത് തന്നെ ചെല്ലണം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഇവർ വിശ്വസിച്ചാൽ മതി നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരാൻ കഴിയില്ല. ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ അവർ യേശുവിൻ്റെ മരണത്തിൻ്റെ പങ്കെടുക്കണം. ഷെയർ, പങ്കാളിത്തം. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അപ്പം ഞാൻ കർത്താവിനോട് സ്നാനപ്പെടാൻ നേരത്തെ പോയി ചോദിക്കുന്നത്, കർത്താവേ, നീ മരിച്ച മരണത്തിൻ്റെ ഒരു ഷെയർ നീ എനിക്ക് തരണം എന്നാണ്. അത് ചോദിക്കാൻ നമുക്ക് എന്താ അവകാശം? യേശു മരിച്ചതിൻ്റെ ആ മരണത്തിൻ്റെ പങ്ക് ചോദിക്കാൻ എനിക്കെന്താ അവകാശം? അടുത്ത വാക്യം, 4-ാം വാക്യം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. എന്താ ഈ സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്നും കൂടെ ഇതോടെ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കും. കാരണം സ്നാനം മാത്രമല്ല, നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം, അപ്പം നുറുക്കൽ ഉൾപ്പെടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയോ അതോടുള്ള പങ്കാളിത്തവുമാണ്. അതല്ലാതെ ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മളെ ഭരിക്കേണ്ട ഒരു തത്വമാണ്, യേശു മരിച്ചു, അതിൻ്റെ ഷെയർ എനിക്കുണ്ട്, ആ പങ്കാളിത്തം എനിക്ക് വേണം. അതിനുവേണ്ടിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. വീണ്ടും 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 ഞാൻ ഓർക്കുകയാണ്, ഞായറാഴ്ച തോറും ഓർക്കുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു. എന്തിനു വേണ്ടിയാ? ഈ മരണത്തെ പ്രസ്താവിക്കാൻ വേണ്ടിയാ. കർത്താവ് മരിച്ചു, ഞാൻ അതിൻ്റെ ഷെയർ എടുത്ത ആളാണ്. ഇതാണ് നമ്മളെ യേശുവിനോട് യോജിപ്പിക്കുന്നത്. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എന്തിനു വേണ്ടി? ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. നമ്മൾ ഈ സ്നാനത്തിൽ വെള്ളത്തിൽ മുങ്ങുന്നത് മരണമായും, ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി കഴിഞ്ഞുള്ള ഒരു സെക്കൻഡ് കബറടക്കമായും, പിന്നെ എഴുന്നേറ്റ് വെളിയിലോട്ട് വരുന്നത് പുനരുത്ഥാനമായിട്ടാണ് സാധാരണ ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു പിക്ചറാണ് ഉണ്ടായിരുന്നത്. വെള്ളത്തിലോട്ട് മുങ്ങുമ്പോൾ നമ്മൾ മുങ്ങി മരിച്ചു, കബറടങ്ങി, പിന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷേ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ സ്നാനം മുഴുവൻ മരണത്തിൻ്റെയും കബറടക്കത്തിൻ്റെയും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പുനരുത്ഥാനത്തെക്കുറിച്ചല്ല, പുനരുത്ഥാനത്തിൻ്റെ സദൃശമല്ല സ്നാനം. പുനരുത്ഥാനത്തിൻ്റെ സദൃശം എന്താണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റു, അതാണ് പുനരുത്ഥാനം. അതുപോലെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി വരേണ്ടതിന് തന്നെ നല്ല എന്തെഴുതിയിരിക്കുന്നത്? ജീവന്റെ പുതുക്കത്തിൽ. അപ്പൊ പുനരുത്ഥാനത്തിന്റെ സദൃശം എന്താ? വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതല്ല, ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കുന്നതാണ്. അപ്പൊ വിശുദ്ധീകരണം സംഭവിക്കുന്നതിന് തീർച്ചയായിട്ടും സംഭവിക്കേണ്ട, അതിൻ്റെ മുൻപ് സംഭവിക്കേണ്ട കാര്യം, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാതെ യാതൊരുവിധ വിശുദ്ധീകരണത്തിലും നമ്മൾ പങ്കാളികളാവുകയില്ല. പുതിയ നിയമത്തിൻ്റെ അവകാശികളായി ആത്മാവിൻ്റെ പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കണമെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അടുത്ത വാക്യം 5. അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ. ഈ ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എന്താണ് ഏകീഭവിക്കുക? ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ
അവർ ഒരു ശരീരമായി തീർന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു ശരീരമാണ്. അത് പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒന്നാവുക. അവന്റെ മരണം ഏകം എന്ന് പറഞ്ഞാൽ എന്താ? വൺ അല്ലേ? അവന്റെ മരണത്തോട് ഞാൻ, അവന്റെ മരണത്തിന്റെ സദൃശത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോടും ഏകീഭവിക്കും. എന്താ പുനരുത്ഥാനത്തിന്റെ സദൃശം? ഇവിടെ ഈ വാക്യത്തില് ജീവന്റെ പുതുക്കത്തിൽ. അപ്പം നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കണം. അടുത്ത വാക്യം കണ്ടോ? എന്തുകൊണ്ടാണ് ഈ മരണത്തിന്റെ പങ്കാളിത്തം ഇത്ര പ്രധാനമായിരിക്കുന്നത്? ഈ മരണത്തിന്റെ ഷെയറിന്മേൽ എനിക്കുള്ള അവകാശം എന്താണ്? വൈ ഷുഡ് ഐ ഡൈ വിത്ത് ക്രൈസ്റ്റ്? ആ മരണത്തിന്റെ പങ്കാളിത്തം എന്തിനു വേണ്ടി ഞാൻ ബലമായി മേടിക്കണം, ചോദിച്ചു വാങ്ങിക്കണം? വൈ ഷുഡ് ഐ? 6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. ആ പാപത്തിന്റെ അടിമത്തം വരുന്നത് ഈ മരണം സംഭവിക്കാത്തതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം നമുക്കില്ലെങ്കിൽ വി വിൽ അഗെയിൻ ബി എൻസ്ലേവ്ഡ് ബൈ സിൻ. പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ വീണുപോകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പൊ നമ്മളെ അടിമയാക്കുന്നത് എന്താണ്? നമ്മുടെ പാപ ശരീരമാണ്. ദർ ഇസ് എ സിൻ ബോഡി ഇൻ us. നമ്മുടെ എല്ലാം ഒരു പാപ പ്രകൃതമുണ്ട്. ഈ പാപപ്രകൃതം, പാപത്തിന്റെ തത്വം 7-ാം അധ്യായം വരുമ്പോൾ റോമാലേഖനത്തിൽ അത് പറയുന്നത്, എൻ്റെ ബുദ്ധിക്ക് ഉപരി അതിനെതിരെ പോരാടുന്ന ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കുന്നു. ദാറ്റ്സ് എ സിൻ ബോഡി ഡൂയിങ് ഇറ്റ്. ആ പാപ ശരീരം നമുക്ക് തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നല്ലൊരു പ്രസംഗം കേട്ടു തീരുമാനമെടുത്ത് ഇന്നുകൊണ്ട് നന്നാവാം. ഇതുപോലൊരു മണ്ടത്തരം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്, തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. കാരണം നമുക്കെല്ലാം അറിയാം, ഈ തീരുമാനം എടുത്തുകൊണ്ടൊന്നും വലിയ വിലയൊന്നും ഇല്ല. കാരണം മനുഷ്യൻ്റെ തീരുമാനം കൊണ്ട് നന്നാകാൻ പറ്റിയല്ല. No one can change himself by taking a decision. Can a leopard change its spots? അവൻ്റെ ഒരു പുലിക്ക് അവൻ്റെ എനിക്ക് പുള്ളി, അതാണ് മലയാളത്തിൽ അതെനിക്ക് അങ്ങനെ, പുള്ളിക്ക് അതിൻ്റെ ഡിസിഷൻ എടുത്ത് മാറ്റാൻ പറ്റുമോ? എന്തിന് പുള്ളിയുടെ കാര്യം പറയണം? നിങ്ങൾക്കൊരു ജലദോഷം വന്ന ഡിസിഷൻ എടുത്ത് മാറ്റാൻ പറ്റുമോ? എൻ്റെ ജലദോഷം, ഞാൻ തീരുമാനം എടുത്തു, വൈകിട്ട് തൊട്ട് ജലദോഷമില്ല, അങ്ങനെ മാറ്റാൻ പറ്റുമോ? തലയിലെ പേനെ പോലും ഡിസിഷൻ എടുത്ത് കളയാൻ പറ്റാത്ത നമ്മളാണ് ഈ പാപപ്രകൃതത്തിനെതിരെ ഡിസിഷൻ എടുത്ത് പോരാടുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വലിയ വഞ്ചനയാണ്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും അതിന് മുകളിൽ ഈ പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് അഗെയിൻ ആൻഡ് അഗെയിൻ വി ആർ സ്ലിപ്പിംഗ് ബാക്ക് ടു ദ സെയിം സിൻ അഗെയിൻ ആൻഡ് അഗെയിൻ. എത്ര നാൾ കഴിഞ്ഞാലും കോപവും നിയന്ത്രിക്കണം എന്ന് ആഗ്രഹമുണ്ട്, തീരുമാനമുണ്ട്. ബട്ട് ദാറ്റ് പാപപ്രകൃതം ഈസ് സ്റ്റിൽ അലൈവ്. വി ആർ പാമ്പറിങ് ദാറ്റ് നേച്ചർ. പിന്നെ എങ്ങനെയാ അത് ഇല്ലാതാകുന്നത്? എത്ര തീരുമാനം എടുത്താലും തിരിച്ചു വരും. അപ്പം നമ്മൾ ഈ സീരിയസ്നെസ്, പലപ്പോഴും ഈ രോഗങ്ങൾ വരുമ്പം ദൈവം രോഗങ്ങൾ അയക്കുമ്പോൾ അതെല്ലാം നമുക്കൊരു എക്സാമ്പിളായി. ക്യാൻസർ പോലെ, ചില ക്യാൻസറുകൾ എത്ര ഇഞ്ചെക്ട് ചെയ്താലും എത്ര മരുന്ന് കൊടുത്താലും വീണ്ടും കുറെ കഴിയുമ്പോൾ വരും. അതുപോലെ ഇത് ഒരു ക്യാൻസറിനേക്കാളും എത്രയോ മാരകമായ രോഗമാണ് ഈ പാപം എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ടെർമിനേറ്റ്സ് us ഫോർ എവർ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്നേക്കുമായിട്ട് തൂത്ത് കളയുന്ന പാപം നമ്മൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ മാനസാന്തരപ്പെടാന്ന് പറഞ്ഞ് പറയാൻ എളുപ്പമാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ പോലും ഈ മാനസാന്തരം പോയിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും നമ്മുടെ കണ്ണിൽ വരികയില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു, കർത്താവെ ഇന്ന് വൈകിട്ടൊന്ന് കുറച്ചു നേരം ഇരുന്ന് മാനസാന്തരപ്പെടണം. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ മേല. ആ വൈകുന്നേരം ഒരിക്കലും വരികയില്ല. ആ വൈകുന്നേരം 100,000 വേറെ പണികൾ കാണും. അല്ലെങ്കിൽ സാത്താൻ ആ പണികൾ ഒപ്പിച്ചു തരും. എന്നാൽ നാളെ നേരം എടുത്തിട്ടാട്ടെന്ന് വിചാരിക്കും. നേരം എടുത്ത് അന്ന് പ്രാർത്ഥിക്കും. കണ്ണുനീര് എത്ര വിചാരിച്ചാലും വരികയില്ല അല്ലേ? പക്ഷെ കണ്ണുനീര് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ പെട്ടെന്ന് കരയും. അതുകൊണ്ട് മാനസാന്തരം ഉണ്ട്. തന്നെയുമല്ല, ഈ കണ്ണുനീരിന് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ച് ഉള്ളി കരുതിയാൽ മതിയായിരുന്നു. കണ്ണുനീര് കൊണ്ട് പാപം പോവില്ല ഒരിക്കലും. യേശുവിൻ്റെ രക്തത്താൽ അല്ലാതെ, അവൻ്റെ ക്രൂശിലല്ലാതെ നമ്മൾ കരഞ്ഞെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു പാപവും പോവില്ല. അതേ സ്പീഡിൽ അത് തിരിച്ചു വരും. ചില ആൾക്കാരുണ്ട്, പാപം ചെയ്യും കരയും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും വലുതായിട്ട് കരയും. പിന്നെ കുറെ കഴിയുമ്പോൾ കരയാൻ മറന്നു പോകും. പാപം ശീലമാകും. പാപം ശീലമായി പോയി കഴിഞ്ഞാൽ പിന്നെ കരയില്ല. ആദ്യം പാപം ചെയ്യുമ്പോൾ ഭയങ്കര കരച്ചിൽ, രണ്ടാമത് പാപം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കരയും, മൂന്നാമത്തായിട്ട് കുറയാൻ തുടങ്ങും. കരഞ്ഞല്ലോ എന്നുള്ള ആശ്വാസമായിരിക്കും. അപ്പം നമ്മൾ ഞാൻ പാപം ചെയ്തു കരഞ്ഞു കർത്താവ് ക്ഷമിച്ചു, ഞാൻ പാപം ചെയ്തു കരഞ്ഞു കർത്താവ് ക്ഷമിച്ചു. എത്ര നാൾ പ്രിയ സഹോദരങ്ങളെ,
ഇത് നമ്മൾ മനുഷ്യൻ്റെ ആ ഫ്ലഷിനെ, ആ ജഡത്തെ നമ്മൾ പരിധി കൂടാതെ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ നാളെ നന്നായിക്കോളാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് കാലത്ത് പ്രവാചകന്മാർ വരുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. ഇന്ന് അപ്പോൾ പേടിയൊക്കെ പോയി തുടങ്ങി. കാരണം അവർ നമ്മളെ പ്രസാദിപ്പിക്കാൻ വരുന്ന ഒരു ഫീലിംഗ് ഇപ്പോൾ കിട്ടുന്നത്. പണ്ട് അങ്ങനല്ലായിരുന്നു. പ്രവാചകന്മാർ വന്നു കഴിയുമ്പോൾ പേടി, ഇവരെന്തെങ്കിലും വിളിച്ചു പറയുമോ. ഇപ്പം ഞാൻ ആദ്യം ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു പ്രവാചകൻ്റെ മുമ്പിൽ പോയിരുന്നത്. അപ്പം ഞാൻ ബാക്കിൽ ഇരുന്ന് പറയാം, കർത്താവെ ഒരു വാക്കുപോലും വെളിപ്പെടുത്തല്ലേ, ഞാൻ ഇന്നോടെ നന്നായിക്കോളാം, ഇന്നോടെ നന്നായിക്കോളാം. പക്ഷെ പ്രവാചകൻ പോയി കഴിയുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല, പഴയ പോലെ ആവും. ഇതാണ് നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം. ഇഫ് യു ട്രസ്റ്റ് യുവർ ഫ്ലഷ്, ദ ഫ്ലഷ് വിൽ സേ ഓക്കെ, ഈ ഉപവാസ പ്രാർത്ഥനയോടെ, ഈ ബൈബിൾ സ്റ്റഡിയോടെ ഞാൻ വേറൊരാളായിരിക്കും. വിശ്വസിക്കരുത് അവനെ, കാരണം ദാറ്റ് നേച്ചർ വിൽ ബീട്രേ യു. അപ്പൊ പാപത്തിന്റെ ശരീര പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറത്താണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഡെത്തിലൂടെ അല്ലാതെ ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. ദാറ്റ് ഫ്ലഷ് ഹാസ് ടു ഡൈ. അതൊരു വലിയ കടമാണ്. പണ്ട് ആദം തൊട്ട് നമ്മളിൽ നിലനിൽക്കുന്ന ഒരു കടമാണ് ഈ മരണം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചേ പറ്റൂ, ആ കടം വീടിയേ പറ്റൂ. ആ മരണത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം ആ കടം നമ്മൾ വീട്ടിയേ പറ്റുള്ളൂ. ഈ കടം എങ്ങനെയാണ് വീടുന്നത്? ഈ കടം എങ്ങനെ നമ്മൾ കടക്കാരായെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് മരം ഉണ്ട്. ഓറഞ്ച് ഈ ചെറുപ്പത്തിൽ ഞങ്ങൾ ഓറഞ്ച് കഴിക്കുമ്പോൾ ഞങ്ങളുടെ പേരൻസ് ഒരു അഡ്വൈസ് തരാറുണ്ട്, ഇതിന്റെ കുരു നിങ്ങൾ തിന്നരുത്, കുരു തിന്നാൽ വയറിനകത്ത് വേറൊരു മരം. ഈ ഉപദേശം കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരാൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആർക്കെന്നറിയോ? ആദം ഒരൊറ്റ പഴം തിന്ന് അതിൻ്റെ കുരു എന്ന് പറയാൻ പാടില്ല, ആ പഴം അകത്ത് കിടന്ന് വളർന്ന് പാപത്തിൻ്റെ ഒരു മരം ഉണ്ടായി. ആ മരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരത്തെ നമ്മൾ മൂന്നായിട്ട് വിഭജിച്ച് നോക്കാം. അത് ബൈബിളിലെ വെളിപ്പാട് തന്നെയാണ്. ഈ മരം എവിടെ നിന്ന് വന്നു എന്നോട് ചോദിക്കരുത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൈബിളിൽ തന്നെയാണെന്ന് മനസ്സിലാവും. ഈ മരത്തിന് ഫലങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു ഓരോ മരവും നല്ലതാണോ എന്ന് അറിയുന്നത് എൻ്റെ ഫലത്താലാണ്. അപ്പം നമ്മളെല്ലാവരും ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ ഫലമാണ് ആദ്യം നോക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഫലമാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? കർത്തൃമേശ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 2-3 സുവാസം ഇരിക്കുമ്പോൾ, അത് കഴിഞ്ഞായിരിക്കും മിക്കവാറും ചർച്ചകളിൽ നിന്ന് നാട്ടിലൊക്കെ ഈ കർത്തൃമേശ എടുക്കുന്നത്. ഇപ്പം ഇവിടെ ഇത്തിരി വ്യത്യാസമുണ്ട്, പക്ഷെ അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഈ 3 ദിവസം ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴമെല്ലാം പറിച്ചു കളയുക. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവനോട് മോശമായിട്ട് സംസാരിച്ചു, എൻ്റെ പിള്ളേരോട് ദേഷ്യപ്പെട്ടു, കർത്താവെ ഞാൻ പാപിയാണ്, ആ പഴം പറിച്ചു കളഞ്ഞു, ഈ പഴം പറിച്ചു കളഞ്ഞു, എല്ലാം പറിച്ചു കളഞ്ഞു, ക്ലീനായി. മരം അവിടെ നിൽപ്പുണ്ട്. കർത്തൃമേശ എടുത്തു, തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഭയങ്കര സന്തോഷമാണ്, എല്ലാം ക്ഷമിച്ചെന്ന്. നമ്മൾ വിചാരിക്കുന്ന ഈ പഴം അങ്ങ് പോയാൽ പിന്നെ കർത്താവ് ക്ഷമിച്ചെന്നാ. മനസ്സിലാകുന്നുണ്ടോ? ആ മരം അവിടെ നിൽക്കുക, അതിന് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും വേരുമുണ്ട്. ഇത് പറിച്ചു കളയാൻ നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല, നമ്മൾ തന്നെയാണ് അത്. സോ ടഫ്. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് പുറമേ ഉള്ള പാപങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്നെ ഇപ്പം പ്രസാദിച്ചിരിക്കും, ഇപ്പം കർത്താവ് വന്ന് ഞാൻ പോകും. വീട്ടിലോട്ട് ചെന്നു. ഞാനിപ്പം ഈ അടുത്തിടെ ഞാനിത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വീട്ടിലോട്ട് ചെന്ന് പിള്ളേരെ ഏതോ സ്പോർട്സ്, ഫുട്ബോളോ ക്രിക്കറ്റോ നടക്കുകയാണ്. അവർ TV ഓൺ ചെയ്തു. ഉടനെ അമ്മ പറയുവാ, എടാ ചർച്ചിൽ നിന്ന് ഇങ്ങ് വന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഹാങ് ഓവർ പോകണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നീ വെച്ചോ. അപ്പം ഈ പഴം ഉണ്ടായി വരാൻ there is a time. നമ്മുടെ ആത്മീയത എല്ലാം ഇനി വീണ്ടും കർത്താവ് വരുമ്പോൾ പോകും എന്നൊരു ഫീലിംഗ് കിട്ടണമെങ്കിൽ അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ വീണ്ടും ഈ പഴം പറിച്ചു കളയണം. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുറെ കഴിയുമ്പോൾ നമ്മൾ ഓരോ ഞായറാഴ്ചയും കുർബാന അർപ്പിക്കുന്ന റോമൻ കത്തോലിക്കരെ പോലെ ആയി പോകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് കണ്ടിന്യൂസ് വിക്ടറി. എങ്ങനെ ഹോളി ലിവിങ്, വാട്ട്സ് ദാറ്റ് ഫോർമുല ദാറ്റ് ദ അപ്പോസിൽസ് ആർ ഗിവിങ് അസ്? എന്ത് രീതിയിലാണ് ഈ വിശുദ്ധീകരണം സാധിക്കുമെന്ന് അപ്പോസ്തലന്മാർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മാനുഷികമായ തലത്തിലേക്ക് നമ്മൾ സ്ലിപ്പായി പോകുന്നത്. വി നീഡ് ടു ബി വിക്ടോറിയസ് ഓവർ ദാറ്റ് സിൻഫുൾ നേച്ചർ, ദാറ്റ് ഫ്ലഷ്. ആ മരണകരമായ പാപത്തിന്റെ സ്ലേവറിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇത് എത്ര പ്രസംഗിച്ചാൽ ഇതിനകത്തൊരു പെർസെൻറ്റേജ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് ഞാനായിരിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. കാരണം അന്ത്യകാലത്ത് ഇത് മനസ്സിലാക്കാനൊക്കെ പാടാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ഇത് സംസാരിച്ചെങ്കിലേ സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ ഫൗണ്ടേഷണൽ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിയെങ്കിലേ ഈ വിശുദ്ധീകരണത്തിൻ്റെ നടപ്പ് നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മരം ആദമിലുണ്ടായെന്ന് മാത്രമല്ല, ആദമിൽ ഈ മരം ഉണ്ടായപ്പോൾ അവന് ജനിച്ച എല്ലാ സന്തതിക്കും അവനത് ദാനമായിട്ട് കൊടുത്തു.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അപ്പന്റെ അസറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, നമ്മുടെ വല്യപ്പൂപ്പന്റെ അസറ്റ് എന്താണ്? ഉണ്ടായി വീഴുന്നവരുടെ എല്ലാം ഉള്ളിൽ ഒരു മരം. ആ മരവും ചുമന്നുകൊണ്ട് നടന്ന് അവസാനം മരിക്കുക. ഈ കേരളത്തിൽ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ ഇത്ര രൂപ കടത്തോടെയാണ് ഓരോ തലയിലും ഓരോ കൊച്ചും ജനിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ നമ്പർ ഞാൻ മറന്നുപോയി, അതാ ഞാൻ പറയാത്തത്. അതുപോലെ ഈ ലോകത്ത് ഓരോ കുഞ്ഞും ജനിക്കുമ്പം മരിക്കണം, പാപം ചെയ്യണം, പാപം ചെയ്യണം, മരിക്കണം. ഈ കടവുമായിട്ടാണ് അവൻ ജനിക്കുന്നത്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര മിടുക്കന്മാരാണ്, പാവങ്ങളാന്നൊക്കെ വിചാരിക്കും. 2-3 വയസ്സുള്ള കൊച്ചിനെയൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് എൻ്റെ കൂടെ കളിക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാം അല്ലേ? ഇത്ര മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കളിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മളൊന്ന് അവൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഒന്ന് നോക്കി. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോയ് എടുത്ത് ദൂരോട്ട് എറിഞ്ഞ് കളഞ്ഞു നോക്കി, അവൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കാൻ. അവനന്ന് നമ്മുടെ അത്ര ആരോഗ്യവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് നമ്മുടെ തലയ്ക്ക് അടിച്ചിട്ട് ആ ടോയ് ആയിട്ട് അവൻ പോയേനെ. ശരിയാണോ ഞാൻ പറയുന്നത്? പക്ഷെ കൃപയാൽ ഈ പാപം നിയന്ത്രിക്കപ്പെടാത്ത കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് നമ്മൾ അവനെ അടിച്ചു ഒതുക്കി പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് അവൻ ആരോഗ്യം, അപ്പനെതിരെ തിരിഞ്ഞു നീക്കാനുള്ള ആരോഗ്യം വരുന്നതിന് മുമ്പ് അപ്പൻ അവനെ ഒതുക്കിയിരിക്കും. ഇങ്ങനെയൊക്കെയാ ഇത് മുമ്പോട്ട് പോകുന്നത്. നമ്മളെ ഈ കോലത്തിലാക്കാൻ നമ്മുടെ അപ്പനും അമ്മയും ഈ രീതിയിലെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ വന്ന് ഇത്രയും പഴം കുറച്ച് ഒരു കാണാവുന്ന ഷേപ്പിൽ നമ്മളെ ആക്കി തീർത്ത് അവരെ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് നിങ്ങളുടെ പിള്ളേരെ നോക്കി കഷ്ടപ്പെടുമ്പോൾ മനസ്സിലാവും. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ പാപപ്രകൃതവുമായിട്ടാണ് ജനിക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാം പാവങ്ങളല്ലേ, പക്ഷെ അങ്ങനെയല്ല. എല്ലാ മനുഷ്യരും നമ്മുടെ ആ പാപത്തിന്റെ ഡെപ്ത് എന്താന്ന് ഒരു വേദനയോടെ ഉൾഞ്ഞരക്കത്തോടെ മനസ്സിലാക്കണം. വി ആർ ഓൾ ലോസ്റ്റ്, വി ആർ ഓൾ ഗോൺ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വലിയ രോഗത്തിന്റെ പിടിയിലാണ് നമ്മളെല്ലാവരും ആയിരുന്നു. അങ്ങനെ ആ ചിന്തിച്ചു വെക്കുക കുറച്ച് നേരത്തേക്ക്. വി ആർ ഓൾ ലോസ്റ്റ്, നമുക്ക് രക്ഷപ്പെടണം. അപ്പൊ ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ഈ മരം അവൻ്റെ ഉള്ളിലുണ്ട്. ആ കടം വീടിയേ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കടം നമുക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം പറയുന്നത് വെൻ ആഡം സിൻഡ് എവരിവൺ സിൻഡ് വിത്ത് ഹിം. അവൻ പാപം ചെയ്തപ്പം എല്ലാവരും പാപം ചെയ്തു. കാരണം ആദമിൽ ആരുണ്ടായിരുന്നു? നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തപ്പോൾ ആ പഴത്തിന്റെ വിറ്റാമിനും ടേസ്റ്റും നമുക്ക് ഇത് കൂടി വരുക. അന്ന് ആദം അനുഭവിച്ച ആ ടേസ്റ്റ് അല്ല ഇന്ന് ആ പഴത്തിന്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പയ്യൻ എന്നോട് പറഞ്ഞ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചത് നന്നായി, അതുകൊണ്ടല്ലേ ഇപ്പൊ ടിവിയും സിനിമയൊക്കെ കാണാൻ പറ്റിയത്. ഒരു 500 വർഷം മുമ്പ് ജനിച്ചവനൊക്കെ എന്ത് കഷ്ടപ്പാടായിരുന്നു, അവരുടെ സമയം എങ്ങനെ പോയി എന്നൊരുത്തനോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ജനിച്ചവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വേറൊരു ആശ്വാസമുണ്ട്. ഈ ന്യൂട്ടനും ഐൻസ്റ്റീനും അവന് പഠിക്കണ്ടായിരുന്നു. അപ്പം ഓരോ ദിവസം ചെല്ലുന്തോറും അറിവുകളുടെ എക്സ്പ്ലോഷനാണ്. ഈ പഴവങ്ങ് കത്തി പടരുക. അന്ത്യകാലം ആകുമ്പോഴേക്കും ഈ പഴത്തിന്റെ ചാറെടുത്ത് അതിന്റെ എൻജോയ്മെന്റ് അങ്ങ് വല്ലാതെ വർദ്ധിക്കുക. ആ സമയത്തേക്ക് ഇത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾ ഇതിന്റെ വിറ്റാമിൻ മുഴുവൻ അനുഭവിച്ചേക്കുന്നത്, ആദമിന് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പൊ വി ആർ ഓൾ ക്രിമിനൽസ് ബൈ നേച്ചർ. നമ്മളെ നേച്ചറിന് തന്നെ വിട്ടിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ഓൾ ഗ്രോൺ അപ്പ് ആസ് ഗുഡ് ക്രിമിനൽസ്. പക്ഷെ ആ ഡിസിപ്ലിൻ, ന്യായപ്രമാണം എന്ന പ്രമാണത്തിന് വളരെ ചെറുപ്പത്തിലെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ഒതുക്കി കഷ്ടപ്പെടുത്തി നമ്മളെ ഈ കോലത്തിലാക്കി വെച്ചു. ബട്ട് സ്റ്റിൽ ആ മരം അതുപോലെ തന്നെ നിൽക്കുന്നു, അതിന്റെ വേരുകൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈ കടമാണ് വീട്ടേണ്ടത്. ഏത് കടമാണ്? പാപം ചെയ്യുക, മരിക്കുക. ആ കടം ആരെങ്കിലും വീട്ടിയേ പറ്റുള്ളൂ. പാപം ചെയ്യണമെന്നുള്ളതല്ല, ആ പാപപ്രകൃതം നീങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ആ കടം വീട്ടേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഈ മരണം എന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാ മനുഷ്യനും മരിക്കും ബിക്കോസ് ഓഫ് സിൻ. ഇനി ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. അതായത് ഈ പാപശരീരം എന്ന് പറയുന്നത് ശരിക്കും മരത്തിന്റെ വേര. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയും. അപ്പം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ കൂടെ ആരും കൂടെ ക്രൂശിക്കപ്പെട്ടു? എൻ്റെ പഴയ ജഡം, എൻ്റെ പഴയ പ്രകൃതവും കൂടെ ക്രൂശിക്കപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? അത് നിങ്ങൾ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെങ്കിൽ അടുത്ത വാക്യം.
അങ്ങനെ മരിച്ചവൻ, എങ്ങനെ മരിച്ചവൻ? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവന്റെ മരണം അവിടെ കിട്ടിയവൻ, അതായത് ഈ പാപപ്രകൃതം മരിച്ചവൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപ ശരീരം നീങ്ങാതെ സിൻ ബോഡി, അത് നമ്മളിൽ നിന്ന് മരണത്താൽ നീങ്ങിപ്പോകാതെ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ കർത്താവ് എങ്ങനെയായി സാധിച്ചത്? നമ്മൾ എങ്ങനെയായി കാൽവരി ക്രൂശിൽ വന്നത്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ എങ്ങനെ അതിനകത്തുണ്ടായത്? അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി നമുക്ക് ചിന്തിക്കാം. നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4. നാം തന്റെ സന്നിധിയിൽ, കണ്ടോ, വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. എന്തിനു വേണ്ടിയാ? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പൊ അവന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരായി മാറണമെങ്കിൽ, നിഷ്കളങ്കരായി മാറണമെങ്കിൽ ദൈവത്തിന് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. 2 തിമോത്തിയോസ് 1:9 കൂടെ വായിക്കോ. 2 തിമോത്തിയോസ് 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മുടെ വിളി നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മെ രക്ഷിച്ചതും നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. സകല കാലത്തിനും മുൻപ്, അത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം, സമയം ഉണ്ടാകുന്നതിന് മുൻപ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അപ്പൊ എപ്പോഴാണ് തന്നേക്കുന്നത്? ഈ രക്ഷ എപ്പോഴാണ് തന്നേക്കുന്നത്? സകല കാലത്തിനും മുൻപ്. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, തിരുക്കരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനെ. എന്നോട് പാടരുതെന്ന് എൻ്റെ ബൈബിൾ കോളേജ് ടീച്ചേഴ്സ് പറയുമായിരുന്നു. നീ എത്ര വേണേലും പ്രസംഗിച്ചോ, പക്ഷെ ദയവായിട്ട് പാടരുത്. ഞാൻ ചില സമയത്ത് അറിയാതെ അത് ലംഘിച്ചു പോകുന്നു. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു താരകങ്ങൾ ഗഗനെ, ഒരുക്കിയവൻ നമുക്ക് രക്ഷാമാർഗം അതിനു മുന്നേ. അങ്ങനെയാ പാട്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ദൈവം ആദമിനെ ഹോയെ സൃഷ്ടിച്ചു, ആദോ ഹോയ്ക്ക് ഒരു പാളിച്ച പറ്റി, അതുകൊണ്ട് ദൈവം പെട്ടെന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം ഇവർ രക്ഷിക്കാൻ, എന്നാൽ പിന്നെ മകനെ വിട്ടേക്കാം. അപ്പം ദൈവത്തിന് സത്യം പറഞ്ഞാൽ ആ ഒരു 2ാം പ്ലാനിങ് ആണ് നമ്മുടെ രക്ഷ. ആദ്യത്തെ പ്ലാനിങ് ആദമിൻ്റെ രക്ഷയായിരുന്നു, അത് നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ആദമിൻ്റെ രക്ഷയൊന്നും രക്ഷയായിരുന്നില്ല ശരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കേ, ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നേനെ? ഇപ്പം നമ്മൾ എവിടെ ആയിരുന്നേനെ? നമ്മളെല്ലാവരും ഏദൻ തോട്ടത്തിൽ ഈ വിഷമൊന്നും ഇല്ലാത്ത പഴമൊക്കെ കഴിച്ച്, അല്ലേ, ബാധ്യതകളൊന്നും ഇല്ലാതെ, വേദനകളും അന്നും അധ്വാനിക്കണം കേട്ടോ, അധ്വാനിക്കാതെ ജീവിക്കാൻ അന്നും സമ്മതിക്കുന്നില്ല. വിയർപ്പിൻ്റെ അസുഖം ഇല്ലായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ ഉള്ള അസുഖങ്ങളൊന്നും ഇല്ല. നമ്മൾ വളരെ സന്തോഷമായിട്ട് പഴവും പറിച്ചു നിന്ന് തോട്ടത്തിൽ അധ്വാനിക്കാനാണ് കർത്താവിനെ ആക്കിയത്. പക്ഷെ വിയർപ്പോടെ അപ്പം തിന്നേണ്ടി വന്നത് ഈ പാപം ചെയ്തതിന് ശേഷം. അപ്പൊ നമ്മളെല്ലാം ഏതും തോട്ടത്തിൽ ഇങ്ങനെ ഇരുന്നേനെ. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റില്ലായിരുന്നു. ദൈവത്തിന്റെ ശക്തി മാത്രം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ, എൻ്റെ ബലഹീനത അറിയാൻ പറ്റില്ലായിരുന്നു. ദൈവത്തിന്റെ ബലഹീനത ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് മനുഷ്യന്റെ ശക്തിയെക്കാളും വലുതാണ്. അതെന്താ അവൻ്റെ ബലഹീനത എന്നറിയാം? പാപിയായ എന്നെ അന്വേഷിച്ച് വരുന്ന ഒരു കർത്താവാണ് ഈ കർത്താവെന്നും മനുഷ്യനോടുള്ള അവന്റെ സ്നേഹം ഇത്ര ഭയങ്കരമാണെന്നോ ആദമിനറിയില്ല. അത് മഹാകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എനിക്കറിയത്തുള്ളൂ. എത്ര വലിയ കരുണയാണ് എന്നെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വമാണ് അവൻ എന്നെ സ്നേഹിച്ചതിലൂടെ വെളിപ്പെടുത്തിയത്. ആ സ്നേഹം കൂടെ അറിയുമ്പോഴാണ് എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പൊ ആദം അനുഭവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ജീവനാണ് നമ്മൾ ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒന്നാമത്തെ പദ്ധതി ആദമിനെ പോലെ പൂർണ്ണരായ കുറെ ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നില്ല. നിത്യതയിൽ ക്രിസ്തുവിൽ പൂർണ്ണരായ ചില വിശുദ്ധന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒന്നാമത്തെ പ്ലാൻ തന്നെയാണ് ദൈവം നിറവേറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ദൈവമാണ് ആദമിനെ ഹൗവയെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആദോ ഹൗവയും പാപം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവന്റെ വിശുദ്ധർക്ക് വേണ്ടി അവൻ അതിനു മുൻപേ ഒരുക്കി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാഡ് എ പ്ലാൻ,
ഗോഡ് ഈസ് ഗോഡ് ബിക്കോസ് ഹി ഈസ് ഏബിൾ ടു വർക്ക് ഔട്ട് ദാറ്റ് പ്ലാൻ. അവൻ ഒരു പ്ലാൻ ഇട്ടാൽ അത് നടപ്പാക്കാൻ പറ്റുന്നവനായതുകൊണ്ടാണ് അവനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ എന്നേക്കുമുള്ള ലക്ഷ്യം, അവന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെയുള്ള, അവന്റെ സ്വരൂപമുള്ള, അവന്റെ വിശുദ്ധിയുള്ള, അവന്റെ നിഷ്കളങ്കതയുള്ള മക്കള് സ്വർഗത്തിൽ നിത്യതയിൽ അവനോടുകൂടെ ഉണ്ടാകണം. അത് എന്തിനു വേണ്ടിയാന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന് എന്തോ ഭയങ്കര ഉദ്ദേശം നമ്മളെ കൊണ്ടുണ്ട്. അതെന്താണെന്ന് വചനം വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാനിൽ പറയുന്നത് നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ ക്രിസ്തുവിനെ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകും. അത്രയും മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം. സോ ഗോഡ്സ് പ്ലാൻ ടു സേവ് എപ്പോഴാണ്? ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം, സമയം ഉണ്ടാകുന്നതിന് മുൻപ്. ഓക്കെ, അപ്പോൾ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ആദമിൽ ആയപ്പോ എന്ത് സംഭവിച്ചു? ആദം ചെയ്തതിന്റെ എല്ലാം ഫലം നമ്മൾ അനുഭവിച്ചു, അല്ലേ? ക്രിസ്തുവിൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാ ഈ പേപ്പർ ഞാൻ ഈ ബൈബിളിൽ വെക്കുകയാണ്. കണ്ടോ, ഈ ബൈബിൾ എവിടെ ഉണ്ട്? അല്ലെങ്കിൽ പേപ്പർ എവിടെ ഉണ്ട്? ബൈബിളിലുണ്ട്. ഈ ബൈബിൾ എവിടെ പോയാലും ഈ പേപ്പർ അതിൻ്റെ കൂടെ പോകും, അല്ലേ? അപ്പൊ കാൽവരി ക്രൂശിലേക്ക് യേശുക്രിസ്തു പോയപ്പോ അവനിൽ ആരും ഉണ്ടായിരുന്നു? ചിന്തിച്ചു നോക്കി. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ അന്നേരം ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ആത്മാവോ ദേഹമോ ഈ ലോകത്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അവനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടം ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുപ്പിനാൽ, ബൈ എലക്ഷൻ, ഐ വാസ് ഇൻ ഹിം. എത്ര പേർക്ക് ബോധ്യമുണ്ടത്? അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച മരണം ഞാൻ മരിക്കേണ്ട എൻ്റെ മരണമായിരുന്നു. വെൻ ഹി ഡൈഡ്, ഐ ഡൈഡ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 2 Corinthians chapter 5 verse 14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അത് സത്യത്തിൽ അതിന്റെ നല്ല ട്രാൻസ്ലേഷൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്ന, കൺട്രോൾസ്. എന്താണത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എത്ര പേര് മരിച്ചു? നമ്മൾ മരിച്ചോ? ഒന്ന് നോക്കണം അത് കേട്ടോ, മരിച്ചോ ഇല്ല. മരണത്തിന്റെ പങ്കാളിത്തമൊക്കെ ചോദിച്ചു, പക്ഷെ ശരിക്കും മരിച്ചിട്ടാണോ ഈ ഷെയർ ചോദിക്കാൻ പോയത്? അപ്പൊ ശരിക്കും യേശുവിനോട് മരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഷെയർ ഉള്ളൂ. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ നമ്മളും ആ കൂടെ മരിച്ചോ? ആരൊക്കെ മരിച്ചു? ആരൊക്കെ വിശ്വസിക്കുവോ മരണത്തിൽ, അവരെല്ലാം യേശുവിന്റെ കൂടെ മരിച്ചു. ഇത് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറെ ആൾക്കാർക്ക് കേരളത്തിൽ കടമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഒരാൾ ചെന്ന് എല്ലാവരുടെയും കടം വീട്ടി. ഒരാളാ പൈസ അടച്ചത്, പക്ഷെ എല്ലാവരുടെയും കടം. അതുപോലെ വേറൊരു എക്സാമ്പിൾ, കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് 4 പിള്ളേരാ. ഈ 4 പിള്ളേരുടെ ഫീസ് ഞാൻ കോളേജിൽ കൊണ്ടുപോയി അടച്ചു, സ്കൂളിൽ കൊണ്ടുപോയി അടച്ചു. പൈസ അടച്ചത് ഞാനാ, പക്ഷെ രസീത് ആരുടെ പേരിലാണ് വരുന്നത്? പിള്ളേരുടെ പേരില. കാൽവരി ക്രൂശിൽ മരിച്ചതാരാ? യേശുവാ. പക്ഷെ മരിച്ചു എന്നുള്ള രസീത് ആരുടെ പേരിലാണ് കിട്ടുന്നത്? നമ്മുടെ പേരിലാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ഫീസ് അടച്ചത് ആരുടെ ഫീസാ? അവൻ മരിച്ചത് ആരുടെ മരണമാണ്? നമ്മുടെ മരണമാണ്. അപ്പൊ കാണാത്ത കാര്യം, കാൽവരി ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ക്രൂശിൽ അപ്പുറത്തൊരു കള്ളനും ഇപ്പുറത്തൊരു കള്ളനും മരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ചരിത്രത്തിൽ അത് കാണാം, ആൾക്കാർക്ക് നോക്കുന്നവർക്കെല്ലാം കാണാം. എന്നാൽ കാണാത്ത ഒരു കാര്യം ആ നടുക്കത്തെ ക്രൂശിൽ നടന്നായിരുന്നു. അവിടെ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. അങ്ങനെ നമ്മൾ അവനിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഷെയർ നമുക്ക് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചുമ്മാ പോയി എന്തെങ്കിലും ചോദിക്കുമല്ല, നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വെൻ ഹി ഡൈഡ്, ഐ ഡൈഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആദം പാപിയായി മാറിയപ്പോൾ നമ്മൾ അവനിലുണ്ടായിരുന്നു, നമ്മൾ എല്ലാവരും അതുകൊണ്ട് പാപികളായി മാറി. എന്നാൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മൾ അവനിലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ കടം വീടി. പാപക്കടം വീട്ടുവാൻ യേശുവിൻ രക്തം മാത്രം. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു. ഞാൻ സാധാരണ ചോദിക്കാറുള്ള ചോദ്യം, നിങ്ങൾ ഒരു പക്ഷേ നേരത്തെ കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ ചോദിക്കാൻ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചോ എന്ന് പട്ടാളക്കാർ പരിശോധിക്കാൻ വന്നു. അവർക്ക് എങ്ങനെയാ മനസ്സിലായത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു? അവരെങ്ങനെയാ പരിശോധിച്ചത്?
കുന്തം എടുത്ത് കുത്തി നോക്കി, അല്ലേ? നമ്മളും കാൽവരി ക്രൂശിൽ യേശുവിനൊപ്പം മരിച്ചോന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും ഒക്കെ കുത്തി നോക്കിയാ പോരെ? അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഒരു പരീക്ഷണമുണ്ട്. നമ്മൾ അവന്റെ കൂടെ മരണത്തിന്റെ പങ്കാളിത്തം എടുക്കുന്നുണ്ടോ ഇല്ലയോ, ആർ വി ഡൈയിങ് ഓർ നോട്ട് എന്ന് പരിശോധിക്കാൻ നമ്മുടെ ചുറ്റും എപ്പോഴും ആൾക്കാരെ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളെ കുത്തുന്നവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് നോക്കി. കാരണം അവരെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഇനിയും മരിക്കാൻ ബാക്കിയുണ്ട്. വി നീഡ് സ്റ്റിൽ കൺഫസ് ദാറ്റ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കുത്ത് കിട്ടുന്തോറും നമ്മൾ ആരുടെ എന്നെ കുത്തുന്ന ചോദിച്ചാൽ നമ്മൾ മരിച്ചിട്ടില്ല. അവരെന്നെ ചുമ്മാ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരിച്ചിട്ടില്ല. ഭാര്യ പറയും ഈ ഭർത്താവ് എന്നെ എപ്പോഴും കുറ്റം പറയാം, ഭാര്യ മരിച്ചിട്ടില്ല. ഭർത്താവ് പറയും ഇവിടെ എന്ത് പറഞ്ഞാലും അനുസരിക്കത്തില്ല, ഭർത്താവ് മരിച്ചിട്ടില്ല. മരിച്ചവനൊരു കംപ്ലൈന്റും ഇല്ല. മരിച്ചവന് ആളുകൾ എന്താ പറയുന്നതെന്നും ചിന്തയില്ല. പണ്ട് ജോർജ് മുള്ളറോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ മിനിസ്ട്രിയിൽ ഇത്രയും ഭയങ്കര സക്സസ് ആയതെന്ന് ചോദിച്ചപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, ഒരു ദിവസം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ അത് പറയാൻ പറ്റുള്ളൂ, എന്നാലും മലയാളത്തിൽ, ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ മരിച്ച ദിവസം. പുള്ളി ജീവനോട് ഇരുന്നോണ്ടേ പറയുന്നത്. അന്ന് ഞാൻ എന്നോട് മരിച്ചു എന്ന് പറയാൻ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ജോർജ് മുള്ളറോട് മരിച്ചു. ജോർജ് മുള്ളർക്ക് അതുവരെ ഇങ്ങനെയുള്ള ചെയർ വേണമായിരുന്നു ഇരിക്കാൻ, അങ്ങനെയുള്ള കട്ടിൽ വേണമായിരുന്നു കിടക്കാൻ, ഇങ്ങനെയുള്ള ആഹാരം വേണമായിരുന്നു കഴിക്കാൻ. ആ ജോർജ് മുള്ളറോട് അങ്ങ് മരിച്ചു. ജോർജ് മുള്ളർക്ക് നേരത്തെ ആൾക്കാർ നല്ലത് പറയുന്നതായിരുന്നു ഇഷ്ടം, പുകഴ്ത്തി പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേരം കോളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ആ ജോർജ് മുള്ളർ അങ്ങ് മരിച്ചു. പിന്നെ പുള്ളി പറഞ്ഞത്, ഞാൻ നാട്ടുകാരെന്ത് പറയുന്നുള്ളതിനോട് മരിച്ചു. അതിനേക്കാൾ പാടാണ് ഏറ്റവും സ്നേഹമുള്ള അടുത്തിരിക്കുന്ന ആൾക്കാർ, സഹോദരങ്ങൾ എന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ അതിനോട് ഞാൻ മരിച്ചു. എന്നിട്ട് പറയാ, അന്ന് ആ മരിച്ച ദിവസം തൊട്ട് പിന്നെ ഇങ്ങോട്ട് ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കാം എന്നുള്ളൊരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് ജോർജ് മുള്ളർ പറഞ്ഞത്. There shall be a day when you died with Christ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റില്ല. അവൻ്റെ പാർട്ടിസിപ്പേഷനിലേക്ക്, അവൻ്റെ മരണത്തിൻ്റെ പാർട്ടിസിപ്പേഷനിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിവിടെ ചത്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ റവാന്ന് വിളിച്ചോന്നോ പാന്ന് വിളിച്ചോന്നോ ബ്രദർന്ന് വിളിച്ചെന്നോ എനിക്ക് കൺസേണേ ഇല്ല. ചത്തുപോയ ഇത് വല്ല പ്രശ്നമാണോ? ഓ, ആ ചർച്ച ചെന്നിട്ട് അവരെന്നെ ബഹുമാനിച്ചില്ല ബ്രദർ. ചത്തുപോയവൻ എന്ത് ബഹുമാനം? ഓ, അവരെന്നെ മാനിച്ചില്ല. എന്തു മാനം യേശുവിന്? യേശുവിന്റെ കൂടെ കാൽവരി ക്രൂശിൽ മരിച്ചവന് എന്തു മാനം? ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നതിന് അവരോട് ചത്ത് കിടക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ എൻ്റെ പുറത്ത് കയറി ഡാൻസ് ചെയ്താലും ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ എനിത്തിങ്. ഐ ഡൈഡ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, പറയുന്നൊരു എളുപ്പമല്ല. ഈ സാധനം ചാടി വരും ചില സമയത്ത്, ഈ മരിച്ചെന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം. ഞാൻ നമ്മുടെ ആ ഒരു ഭയങ്കര ക്രൈസിസ്, വിശുദ്ധീകരണത്തിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത്, നമ്മൾ മരിച്ചു എന്ന് വേദപുസ്തകം പറയുന്ന പഴയ ജഡമുണ്ടല്ലോ, ചത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഐറണി. ബൈബിൾ പറയുന്നത് യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. അവൻ മരിച്ചപ്പോൾ നമ്മളെല്ലാം മരിച്ചു. പക്ഷേ നമ്മൾ ശരിക്കൊന്ന് നോക്കിക്കേ, ഈ സാധനം എല്ലാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരെണ്ണം പുതിയതാണ്, രണ്ടും ഒന്നിച്ച് പറയാൻ വേണ്ടി. ഒരു ദിവസം ഞാൻ കോട്ടയത്തായിരുന്നു, ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാറിൽ പോകായിരുന്നു. അപ്പോൾ പുറകെ ഒരു സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇങ്ങനെ ബാക്കിലെ സീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അതിൻ്റെ മുകളിൽ ഒരാളിരുന്ന് ഇയാൾ ബ്രേക്ക് പിടിച്ചാൽ ആ പുറകെ ഇരിക്കുന്ന ആൾ കറങ്ങി റോട്ടിൽ വന്ന് വീഴണം. അതാണ് അതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഞാനിങ്ങനെ ട്രാഫിക്കിനിടയിൽ വണ്ടി നിർത്തി പുറകെ ഈ ബൈക്ക് വന്നു ഒരൊറ്റ ഇടി ഇടിച്ചു എൻ്റെ കാറിൻ്റെ ബമ്പറിലേക്ക്. വാഗണറിൽ പാവം കാറിൽ അതിൻ്റെ രണ്ട് സൈഡിൽ ഈ ബമ്പർ രണ്ട് സൈഡിലോട്ട് ബൾജ് ഔട്ടായി. ഞാൻ മിററിൽ കൂടെ നോക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് മനസ്സിലായി. 17,000 രൂപ, 17,000 എന്ന് പറഞ്ഞാൽ 17,000 അല്ല, ഒരു 7,000 8,000 രൂപയോളം പോയി ഒരു നിമിഷം കൊണ്ട്. അവരത് നന്നാക്കുകയില്ല, അവർ പറയും ഇത് മാറിയിടണം, അത് സ്ക്രൂ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ ഈ ഇടിച്ച ആൾ എൻ്റെ ഒപ്പം വന്ന് വണ്ടി നിർത്തി സൈഡിൽ. എല്ലാവരും നിർത്തിയേക്കുക, അത് ട്രാഫിക് ബ്ലോക്കായി കിടക്കുക. അപ്പം ഞാൻ വിൻഡോ താത്തിട്ട് ഇവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നല്ല സ്നേഹമായിട്ട് ചോദിച്ചു. പക്ഷെ ഉള്ളത് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. പക്ഷേ വെള്ളവസ്ത്രമാണല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ വെള്ളവസ്ത്രം ഇട്ടാൽ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബ്രേക്ക് കിട്ടില്ല സാറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ബ്രേക്ക് തന്നില്ലായിരുന്നു ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം
എൻ്റെ ഉള്ളിരുന്ന് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ആരുടെ രാജ്യമാണ് സ്ഥാപിക്കുന്നത്? ഞാൻ അന്നേരം മനസ്സിലാകും, ഞാൻ ചത്തിട്ടില്ല, ഈ സാധനം ചാകുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ മരിച്ചു. ഇതാണ് കൺഫെഷൻ. നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ വി കൺഫസ്, ഐ ഡൈഡ്, ഐ ഡൈഡ്, ഐ ഡൈഡ്. വീണ്ടും കാണുന്നു, കാഴ്ചയിൽ നോക്കിയാൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുക, കർത്താവെ ഞാൻ മരിച്ച. ഫെയ്ത്ത് ആണ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം. ഞാൻ കണ്ടില്ല ഞാൻ ക്രൂശിൽ മരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിലായതും ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഫെയ്ത്ത്. ഞാൻ കൺഫ്യൂസ് ചെയ്തു, കർത്താവ് ഞാൻ മരിച്ചു, നിന്റെ കണ്ണോടെ ഒന്ന് നോക്കട്ടെ. അപ്പം നോക്കിയപ്പം 7,000 രൂപയുടെ ബമ്പർ, ഒരു ഭൂമി മുഴുവൻ കൊടുത്താലും ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. കർത്താവ് നോക്കുവാണെങ്കിൽ എന്തിനാ വില? ആ ആത്മാവിനാ. ഞാൻ അവനോട്, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ അവനോട് പറഞ്ഞു, പൊക്ക മോനെ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു. അവന് ഭയങ്കര സന്തോഷമായിപ്പോയി. അവിടെയാണ് കർത്താവിൻ്റെ ജീവൻ. ഒരു നിമിഷത്തേക്ക് ഞാൻ മരിക്കാൻ കാത്തിരിക്കുക. വെൻ ഐ സേ ഐ ഡൈഡ്, അവൻ്റെ മരണത്തോട് ഞാൻ എപ്പോൾ ഏകീഭവിക്കുന്നോ ആ സമയത്ത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ ആ സെക്കൻഡിൽ തന്നെ കഴിഞ്ഞു. നാളുകൾക്ക് ശേഷം ഇപ്പം ഞാൻ ജയിച്ചല്ലേ, ഇപ്പം എങ്ങനെയുണ്ട്? ആളും എടുക്കാനായില്ല. ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാൻ കാറുമായിട്ട് തോപ്പുംപടി, ഞങ്ങളുടെ എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിന് കുറച്ച് മുമ്പിൽ ഒരു ടീ ജംഗ്ഷൻ ഉണ്ട്. ടീ ജംഗ്ഷനിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ടീയുടെ കാലിൽ കൂടെ കയറി വന്ന് എൻ്റെ തലയിലേക്ക് വരുക. ഇങ്ങനെ വന്നിട്ട് എൻ്റെ കാർ ഇങ്ങ് പോകലും അയാൾ പുറകിൽ കൂടെ വന്ന് ഒരച്ചോണ്ട് അങ്ങ് പോയി. പൊട്ടപ്പൊട്ടപ്പൊടാൻ സൗണ്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് വെളിയിറങ്ങി എന്ത് പറ്റിയാന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ശരിക്കും തിരിഞ്ഞില്ല സാറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് തിരിച്ച് വണ്ടിയെ കയറാൻ ഡോറ് തുറന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ നന്നായിട്ടുണ്ടല്ലോ? പക്ഷേ നന്നായില്ല. കാരണം എന്നെ കുത്താനുള്ള കുന്തം അതിൻ്റെ പുറകിൽ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഓട്ടോയുടെ പുറകിൽ യാത്ര ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ആള് എന്നോട് പറയുക, താനൊക്കെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കി ഓടിച്ചുകൂടാ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ ചത്ത് പണ്ടേ പോയി എന്ന് വിചാരിച്ച സാധനങ്ങളെല്ലാം അവിടെ കിടന്ന് ഞെളിപിരി കൊള്ളുന്ന ഞാൻ കണ്ടു. 2 വർത്തമാനം പറ. പക്ഷെ അവിടെ കുറെ ഞാൻ പാടുവിട്ടു. ആദ്യത്തേനേക്കാളും പാടുവിട്ടു. അന്ന് അത്ര എളുപ്പമായിരുന്നു. പക്ഷെ ഇന്ന് കുറെ പാടുവിട്ടു. അവൻ പോകുന്നവരെ എനിക്ക് ഒരു കൃപയും വന്നില്ല. ഞാൻ വണ്ടിക്കകത്തിരുന്ന്, കർത്താവേ, ഞാൻ ഇപ്പോഴും ഇത്രയും പ്രസംഗിച്ച ശേഷം എൻ്റെ ഉള്ളിൽ ഇത് വരുവാണല്ലോ. പ്രിയ സഹോദരങ്ങൾ, ദിസ് ഈസ് എ ലൈഫ് ലോങ് സ്ട്രഗിൾ ഓഫ് ഹോളിനെസ്. കർത്താവിൽ നടക്കുക എന്ന് പറയുന്ന ഓരോ നിമിഷവും നമ്മൾ പിടിച്ചു മേടിക്കേണ്ടതാണ്. അവൻ്റെ മരണത്തോടുള്ള, ഞാൻ 5-6 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കത്തോണ്ട്, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ പഴയ ജഡം ഇതിനെ വിശ്വാസത്തിൽ മരണത്തോട് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എഗെയിൻ അനദർ ചാൻസ്, കർത്താവേ, എനിക്ക് അടുത്ത ചാൻസ്. ഇങ്ങനെ നമ്മൾ ഈ സ്ട്രഗിൾ, ആ മരണത്തോട് നമ്മൾ അനുദിനം അനുരൂപപ്പെടാതെ വി ആർ നോട്ട് ഗോയിങ് ടു ബി വിക്ടോറിയസ്. നമ്മൾ ജയിക്കണമെങ്കിൽ ആ പഴയ ജഡം നമ്മളിൽ ചത്ത് തീരണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ മരണത്തിലൂടെ അല്ലാതെ ഈ ജഡം നീങ്ങുകയില്ല എന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. പഴം പറിച്ചു കളയാൻ തീരുമാനം എടുത്താൽ നമുക്ക് കുറെ കാര്യങ്ങൾ നിർത്താം. ഫോർ എക്സാമ്പിൾ, TV അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. ഈസി അല്ലേ? സിനിമ കാണുന്നവരെല്ലാം നരകത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ സിനിമ കാണാത്തവരെല്ലാം സ്വർഗത്തിൽ പോകണം, അത് പോകില്ല. അപ്പം സിനിമ കാണൽ നിർത്തിയത് കൊണ്ട് നമ്മൾ നന്നായി എന്നുള്ളത് ശരിയാണെങ്കിലും വിശുദ്ധരാകാൻ അതൊന്നും പോരാ. അത് വേണ്ടാന്നല്ല, അതൊക്കെ ഒരു പ്രൈമറി എലമെന്ററി ക്ലാസ്സിൽ 1-ാം ക്ലാസ് എത്തിയുള്ളൂ. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ആൾക്കാരോട് ദേഷ്യമായിട്ട് സംസാരിച്ചു. ഓക്കെ, ഇനി ഞാൻ ദേഷ്യമായിട്ട് സംസാരിക്കില്ല. പഴം പറിച്ചു കളഞ്ഞു, കുറെ നാളത്തേക്ക് ആ പഴമില്ല, നമ്മൾ നന്നായി. കള്ളം പറഞ്ഞു, നമ്മൾ നന്നാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഈ പഴം പറിച്ചു കളയാൻ എളുപ്പമാണ്, പക്ഷെ അതിനകത്തൊരു ആത്മീക പ്രമാണത്തെ അനുസരിക്കാൻ ഭയങ്കര പാടാണ്. ഞാനത് കുറച്ചൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിയാൽ 2 തരം പ്രമാണങ്ങൾ പഴയ നിയമത്തിൽ കാണാം. നമ്മൾ 2 ബാസ്ക്കറ്റ് ആയിട്ട് സങ്കല്പിച്ചാൽ മതി. 2 ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 ബാഗില് ഒരു ബാഗ് എടുക്കാൻ വളരെ എളുപ്പവും മറ്റേ ബാഗ് എടുക്കാൻ ഭയങ്കര പാടുമാണ് എന്ന് വിചാരിച്ചു. ഈ പഴയ നിയമത്തിലെ എല്ലാ പ്രമാണങ്ങളിലും വളരെ എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു ബാഗ് ഉണ്ട്, എന്നാൽ എത്ര ശ്രമിച്ചാലും എടുക്കാൻ പറ്റാത്ത വേറൊരു ബാഗുണ്ട്. പഴയ നിയമത്തിലെ നീതിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. എടുക്കാൻ പറ്റുന്ന ബാഗ് വളരെ എളുപ്പമാണ്. ഞാനത് വേണേൽ വിശദമായിട്ട് പറയാം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകും, ഞാനുള്ളത് അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വളരെ ഈസിയാണ് അല്ലേ? നമുക്കാർക്കും അന്യ ദൈവങ്ങൾ ഉണ്ടോ? ഇല്ല.
മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ സദൃശ്യം ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത്. എനിക്ക് പടം വരയ്ക്കാൻ പോലും അറിയത്തില്ലാതെ ഞാൻ ഒരു രൂപ ഉണ്ടാക്കാൻ പോകുന്നില്ല, വണങ്ങുന്നുമില്ല. അപ്പൊ അതും ഈസിയാണ്. 3, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. അതാണ് പെന്തക്കോസ്തുകാർക്ക് ആകെ ഇത്തിരി പാട്. നമ്മൾ വിചാരിക്കും ദൈവമേ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നതൊക്കെ ദൈവത്തിന്റെ നാം വൃഥാ എടുക്കുക എന്നല്ല. അതല്ല ദൈവത്തിന്റെ നാം വൃഥാ എടുക്കുക. നമ്മൾ ചിലപ്പോൾ പറയില്ലേ ദൈവം നിന്നോട് ചോദിച്ചോളൂടാ, അതൊരു വൃഥാ എടുക്കലാണ്. കാരണം നിങ്ങൾ പറയുന്നതിനെല്ലാം ചോദിക്കാൻ നടക്കുന്ന ഒരാളല്ല ദൈവം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വഴക്കുണ്ടാക്കി ദൈവം നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് മിസ്യൂസ്ഡ് ദ നെയിം ഓഫ് ദ ലോർഡ്. സംശയമില്ലാത്ത കാര്യം. അതുപോലെ ദൈവാത്മാവ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവാത്മാവ് പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വി ആർ മിസ്യൂസിങ് ഹിസ് നെയിം. അതിനൊക്കെ ദൈവം പിന്നെ പിടിച്ചോളും. സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവാത്മാ പറഞ്ഞ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കണം. കാരണം ദൈവത്തിന്റെ നാമം മിസ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവണത നമ്മുടെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാവ് പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തി വിവേചിച്ച് അത് പ്രാണനിൽ നിന്ന് വന്നതാണോ ആത്മാവിൽ നിന്ന് വന്നതാണെന്ന് വിവേചിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ദയവായിട്ട് പറയരുത്. എനിക്ക് തോന്നി ആരെങ്കിലും വിവരമുള്ളവർ വിവേചിച്ച് പറ ഇത് ദൈവാത്മാവാണോ അല്ലയോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടായിരിക്കും. പലപ്പോഴും അങ്ങനത്തെ മിസ്റ്റേക്സ് വരാറുണ്ട്. അത് എളുപ്പമാണ്, നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ, എളുപ്പമുള്ള പ്രമാണങ്ങൾ. 4, ശബത്ത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കുക. ഈ ശബത്ത് ശരിക്കും ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ? ഞാനൊരു സത്യം പറയട്ടെ, ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും പലർക്കും ശനിയാഴ്ച അല്ലേ എന്നൊരു സംശയമുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞ റോമാക്കാര് സൂര്യഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന ദിവസം നമ്മൾ അങ്ങനെ ആക്കിയതല്ലേ? ദൈവം അന്ന് തൊട്ടേ പറഞ്ഞതല്ലേ ശനിയാഴ്ച 7-ാം ദിവസമാണ് വിശ്രമിക്കേണ്ടതെന്ന്. അത് ന്യായപ്രമാണം വരുന്നതിനൊക്കെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ തന്നെ സകല സൃഷ്ടിയോടുള്ള സൃഷ്ടി കഴിഞ്ഞ് ഉടനെ കർത്താവ് പറഞ്ഞൊരു കാര്യമല്ലേ. അത് നമ്മൾ മാറ്റുന്നത് ശരിയാണോ? കണ്ടോ? യഹോവ സാക്ഷികളെ പോലെ ഈ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ പലരും അവരെ പിടിച്ചോണ്ട് പോയേനെ. നമുക്കൊന്ന് നോക്കാം ഈ ശബത്ത് എന്നാണ്. ജസ്റ്റ് വിഷയത്തിൽ വരുന്ന കാര്യമല്ലെങ്കിലും വിശുദ്ധീകരണത്തിൽ വരുന്ന കാര്യമാണ്, വിശുദ്ധീകരണവുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അത് നമ്മൾ വിശുദ്ധീകരണമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പം പറയില്ല, പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് കാണാം. ഉൽപ്പത്തി 1:26 എന്ന് വായിച്ചേ. നമുക്ക് ശബത്ത് എന്നാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉൽപ്പത്തി 1:26 ജസ്റ്റ് ഒന്ന് വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അത് മതി, വായിച്ചു. ഇനി ആ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം. അപ്പൊ 6 ദിവസം തീർന്നു അല്ലെ? മനുഷ്യനെ സൃഷ്ടിച്ച 6-ാം ദിവസമാണ്. 6 ദിവസം തീർന്നു. സന്ധ്യ ഉഷസ്സായി 6-ാം ദിവസം എന്ന് പറയുമ്പോൾ 6 ദിവസം കംപ്ലീറ്റഡ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അടുത്ത വാക്യം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി എന്ന് പറഞ്ഞേക്കുന്നത് റെസ്റ്റ് എടുത്തു ചിലർ വായിക്കുന്നത്. അങ്ങനെയല്ല അത്. അടുത്ത വാക്യം 3. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തികളിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ 6-ാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞിട്ടാ പറയുന്നത് സന്ധ്യ ഉഷസായ 6-ാം ദിവസം. 1-ാം ദിവസം സൃഷ്ടി കഴിഞ്ഞിട്ടാ പറയുന്നത് സന്ധ്യ ഉഷസായ 1-ാം ദിവസം. അങ്ങനെയല്ലേ? 7-ാം ദിവസത്തെ സന്ധ്യ ഉഷസായ 7-ാം ദിവസം എത്ര വാക്യത്തിൽ എഴുതിയേക്കുന്നു നോക്കി. കണ്ടോ? അങ്ങനൊരു വാക്യമില്ല. സന്ധ്യയായി ഉഷസായി 7-ാം ദിവസം എന്നൊരു വാക്യമില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഈ 7-ാം ദിവസത്തെ ദൈവത്തിന്റെ സ്വസ്ഥത ഇപ്പോഴും തുടരുന്നുണ്ടോ അതോ തീർന്നോ? തുടരുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം വായിച്ചു നോക്കി. 4-ന്റെ 1, 2, 3 പെട്ടെന്ന് നോക്കിക്കോ. ഇത് പറയാൻ സമയമില്ല, ജസ്റ്റ് ഇടയ്ക്കൊന്ന് കയറിയതാണ്. എബ്രായ ലേഖനം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ. ഇത് ഏത് സ്വസ്ഥതയാന്ന് നോക്കിയാൽ 2-ാം വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർ മാത്രമേ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയുള്ളൂ. 3-ാം വാക്യം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അടുത്ത എന്താ എഴുതിയിരിക്കുന്നു? ഏത് സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്? ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അന്ന് തൊട്ട് റെസ്റ്റാ. പ്രവൃത്തികൾ, അതായത് സൃഷ്ടികരമായ പ്രവൃത്തികൾ അന്ന് തീർന്നു പോയ ശേഷം
അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, 7-ാം നാളിൽ ദൈവം നല്ല സകല പ്രവൃത്തികളും നിവൃത്തിനായെന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ല എന്നിവിടെ പിന്നെ അരുളി ചെയ്യുന്നു. അപ്പൊ 7-ാം നാൾ തീർന്നിട്ടുണ്ടോ? അടുത്ത വാക്യം, അതുകൊണ്ട് ചിലർ ഏതിൽ 7-ാം നാളിലെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഇട ശേഷിച്ചിരിക്കാനും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. അടുത്ത വാക്യം, ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അപ്പൊ ശബത്ത് എന്നാ? ശനിയാഴ്ചയാണോ, ഞായറാഴ്ചയാണോ, തിങ്കളാഴ്ചയാണോ? ഇന്ന്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമായില്ലെങ്കിൽ ഇന്നാണ് നിങ്ങളുടെ ശബത്ത് തുടങ്ങുന്നത്. അടുത്ത വാക്യം, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അടുത്ത വാക്യം, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് 7-ാം ദിവസം എന്ന് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്? എന്തിനാ ഉടമ്പടിയിൽ അങ്ങനെ ചേർത്തെന്നറിയോ? നമുക്കറിയാം, ഈ പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരെന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നതെന്നറിയോ? അവരിതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുത്തുമ്പം മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അമ്മമാർ ചിലപ്പോൾ 2 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിച്ചു കളയും. ഈ വിശുദ്ധീകരണത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വരുമ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഈ കുഞ്ഞുങ്ങള് ഭക്തരാക്കാൻ വേണ്ടി അവരും ഇരുന്ന് ഉറങ്ങി ചില സമയത്ത് അവർ ബോധം കിട്ടി വീഴും, അല്ലെ അടി കൊടുത്ത് എഴുന്നേപ്പിച്ചിരുത്തും. ഒരു തരത്തിൽ ഡിസിപ്ലിനിങ് ഒക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ പിള്ളേർക്ക് ശരിക്കും ദൈവത്തിന്റെ അടുത്ത് എത്ര നേരം ഇരിക്കാൻ പറ്റും? രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്ത് അവന്റെ വചനം കേട്ടോണ്ട് എത്ര സമയത്ത് 5 മിനിറ്റ് അല്ലെ, ഒരു 4 മിനിറ്റ് അല്ലെ, ഞാനൊരു കഥ പറയുവാണെങ്കിൽ ഇവരെല്ലാം ഇപ്പൊ ശ്രദ്ധിക്കും. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ ഈ പഴയ നിയമത്തിൽ ആത്മാവ് അധിവസിക്കാത്ത ജനത്തോട് ഈ സൃഷ്ടിതാവായ ദൈവം പറയുവാണ്, നീ 6 ദിവസം എങ്ങനെയെങ്കിലും പൊക്കോ, പക്ഷെ 7-ാമത്തെ ദിവസം നീ എൻ്റെ കൂടെ വന്നിരിക്കണം. ഒരു സ്നേഹമല്ലേ അത്? ഒരു ഇൻവിറ്റേഷനാണ്. 7 ദിവസം ഇരിക്കുന്ന ദൈവത്തിന് ഇഷ്ടം, പക്ഷെ അങ്ങനെ ഇരിക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ 6 ദിവസം അധ്വാനിച്ചോ, 7-ാം ദിവസമെങ്കിലും നീ എൻ്റെ അടുത്ത് ഇരിക്കുക. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെല്ലാം കേരളത്തിലും മക്കളെല്ലാം ഇവിടെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ അവധിക്ക് ചെല്ലുമ്പോൾ അപ്പനന്മാരുടെ ആഗ്രഹം ഇവർ കറങ്ങാനും തിരിയാനും പോകാതെ ഞങ്ങളുടെ കൂടെ ഒരാഴ്ച നിൽക്കില്ലേ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ അപ്പനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് അപ്പനന്മാരോടുണ്ടാവില്ല. കേട്ടോ, ഒന്നുകൂടെ, സ്നേഹം ഉണ്ടാവും, പക്ഷെ ആ കാണണം അങ്ങനെ തോന്നുന്ന മക്കൾക്കല്ല, അപ്പനന്മാർക്ക്. എഗ്രി ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, മക്കളെ 365 ദിവസം ഞങ്ങളോട് താമസിക്കുക. ഞാൻ നടക്കൂലെന്നറിയാം. അതുകൊണ്ട് പറയാം, അവധിക്ക് വരുമ്പോഴെങ്കിലും നീ എങ്ങും പോകാതെ ഇവിടെ കേട്ടിട്ടുണ്ടോ? നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? അതുപോലെ കാത്തിരിക്കുക ദൈവം പഴയ നിയമത്തിൽ. എൻ്റെ കൂടെ ഒരു ദിവസം ആഴ്ചയിൽ, അത് തന്നെ കഷ്ടിച്ച, അതിന് തന്നെ വഴക്ക. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പറയാ, നിന്നെ ഞാൻ എങ്ങും വിടുന്നില്ല, എൻ്റെ സന്നിധി തന്നെ ഇരുന്നാൽ മതി. കണ്ടിന്യൂസ് റെസ്റ്റ്, എപ്പോഴും ദൈവത്തിൻ്റെ അടുത്തുള്ള സ്വസ്ഥത, എന്ത് ചെയ്യുമ്പോഴും സ്വസ്ഥത. ഇതാണ് ശരിക്കുമുള്ള ശബത്ത്. നമുക്ക് ശേഷിച്ചിരിക്കുന്ന ശബത്ത് അനുഭവം ആത്മാവുള്ളവർക്കെല്ലാം ഇന്ന് തന്നെ ആരംഭിക്കും, ഇപ്പൊ തന്നെ ആരംഭിക്കും. ഹൃദയം കഠിനമായ പറ്റില്ല, ഹൃദയം കഠിനമായ ശബത്തിലേക്ക് കയറാനേ പറ്റില്ല. നമ്മൾ വിശുദ്ധീകരണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ വരും. ഇനി ആ പാപം നമ്മൾ എന്തുകൊണ്ട് ബാക്കി എടുത്താൽ പൊങ്ങുന്ന ബാസ്ക്കറ്റ് അല്ലെ. അടുത്തത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുതെന്ന് എഴുതിയത് ഭാഗ്യം. കള്ളം പറയരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു. കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തടിതപ്പി പോകുന്നത്. കാരണം നമ്മൾ അങ്ങനെ സാക്ഷ്യം പറയേണ്ടതൊന്നും വരുന്നില്ല. ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ കള്ളമാകാതെ നോക്കിയാൽ മതി. 10-ാമത്തെ അധ്യായം പറയുന്നത്, 10-ാമത്തെ കൽപ്പന അനുസരിക്കാവുന്ന ബാസ്ക്കറ്റ് ആട്ടോ ഞാൻ പറയുന്നത്. അനുസരിക്കാവുന്നത്, നിന്റെ കൂട്ടുകാരന്റെ യാതൊന്നും, അന്യന്റെ യാതൊന്നും മോഹിക്കരുത്. അന്യന്റെ മോഹിക്കുന്നത് എന്തിനാ? അന്യനൊരു നല്ല വീട് വെച്ചു, ആ വീട് വേണ്ടെന്നേ, അതിനേക്കാൾ നല്ല വീട് വേറൊരെണ്ണം മോഹിച്ചാൽ പോരെ, അവന്റെ വേണ്ടല്ലോ. ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ഭയങ്കര എളുപ്പം അനുസരിക്കാവുന്ന ബാസ്ക്കറ്റ്. ഈ അനുസരിച്ച് കഴിഞ്ഞാലുള്ള ഫീലിംഗ് എന്നാണെന്നറിയോ? അനുസരിച്ച് കഴിഞ്ഞാലുള്ള ഫീലിംഗ് ഞാൻ ചെയ്തു എൻ്റെ നീതി, അങ്ങനെ ഒരു ഫീലിംഗാണ് വരുന്നത്. ആണോ അല്ലയോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ചർച്ചിന് ഒരു ക്ലോക്ക് മേടിച്ചു കൊടുക്കും. ഈ പ്രാവശ്യം പോയിട്ട് അടുത്ത അവധിക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്ന ആ ക്ലോക്ക് അവിടെ ഉണ്ടോന്നായിരിക്കും. കാരണം നമ്മൾ ജഡത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കണക്കുണ്ട്, അതിന്റെ പ്രതിഫലം ഇവിടെയാ. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? അത് അനുസരിക്കാവുന്ന ബാസ്ക്കറ്റ്, അതെടുത്ത് പൊക്കിയിട്ടാണ് നമ്മൾ വിശുദ്ധന്മാരാന്ന് പറയുന്നത്. ഈ അനുസരിക്കാവുന്ന സൈഡ് ഓഫ് ദ ലോ, അതനുസരിക്കുന്നവരെല്ലാം മറ്റുള്ളവരെ വിധിക്കുകയും
ഞങ്ങൾ നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുകയും ഞങ്ങൾക്ക് വൈദ്യന് ആവശ്യമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ കർത്താവ് കണ്ടെത്തിയ ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയുള്ളതായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു ശാസ്ത്രി ഉണ്ടായിരുന്നു. ആ ശാസ്ത്രി കർത്താവിനോട് ഒന്ന് ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കൽപ്പന ഏതാ? അപ്പൊ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവേ കർത്താവ്, അവനെ നീ പൂർണ്ണത്തോടും പൂർണ്ണാത്മോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാർ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉടനെ ഈ ശാസ്ത്രി പറഞ്ഞു, ഗുരു, നീ പറഞ്ഞ കറക്റ്റാണ്. ഏകനായ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും പൂർണ്ണകത്തോടെ സ്നേഹിക്കുകയും എൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന സകല ഹോമയാഗങ്ങളെക്കാളും വിശേഷതയുള്ളതാണെന്ന് ശാസ്ത്രി പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, കൊള്ളാം മോനെ, നീ ദൈവരാജ്യത്തോടാകുന്നവനല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവൻ ആന്തരികമായൊരു നീതി കണ്ടു. മറ്റുള്ളവരെല്ലാം പുറമേ ഉള്ളത് കണ്ടപ്പോൾ ഈ ശാസ്ത്രി കണ്ടത് ഈ പുറമേ ഉള്ള നീതിക്ക് അകത്തൊളിച്ചിരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത, അവൻ്റെ കപ്പാസിറ്റി കൊണ്ട് കഴിയാത്ത ഒരാന്തരികമായ ദൈവനീതിയെ ആ പഴയ നിയമത്തിൽ അവർ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരുത്തം പറയാം, പഴയ നിയമത്തിൽ ജീവനില്ലെന്ന്. ഞാൻ പറഞ്ഞു, ജീവൻ കാണാൻ പറ്റാത്തത് കൊണ്ട്, കണ്ണു തുറക്കാത്തതുകൊണ്ട്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് അന്നത് പൂർണ്ണമായി വെളിപ്പെടുത്താതെ ഒരു നിഴലാക്കി വെച്ചത് ആത്മാവിൻ്റെ അഭിഷേകമില്ലാത്തവർ അത് വായിച്ചിട്ട് പ്രയോജനമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ അതിനെ ആരെല്ലാം വേദനയോടെ നോക്കിയോ ഞരക്കത്തോടെ നോക്കിയോ ആ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം നീതീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇനി നമുക്ക് അത് ഒരു എക്സാമ്പിൾ വഴി ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാകും. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. ഇത് 2019 അല്ല, BC ഒരു 800 വിചാരിച്ചു. ഓക്കെ, വിചാരിച്ചോ? ഈ ഏരിയയ്ക്കാണല്ലോ അന്നത്തെ വലിയ സെൻറ്ററുകൾ. അപ്പം ഞാൻ ഇവിടെ അടുത്ത് യഹൂദനാണ്, ഞാനിവിടെ ആടിനെ വളർത്തി ജീവിക്കുന്ന ഒരു യഹൂദനാണെന്ന് വിചാരിച്ചു. വളരെ സംഗതി സിമ്പിളാണല്ലോ. ഇവിടെ കുറേ പിള്ളേരും ഉണ്ട്. അന്നത്തെ കാലത്ത് ഭാര്യമാർ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറേ പിള്ളേരുണ്ട്. ഇങ്ങനെ വലിയൊരു കുടുംബത്തിൻ്റെ പാട്രിയാർക്കായിട്ട് ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ അടുത്തിടെയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര അനുസരണമാണ്, ഒബീഡിയൻസ്. അയ്യോ, പിള്ളേരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു. നേരെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നേരെ ഇരിക്കുന്നു. ഇതുപോലൊന്നുമല്ല, ഭയങ്കര ഡിസിപ്ലിൻ. ഇവർ ഡിസിപ്ലിൻഡ് ആണ്, പക്ഷെ ഇതിനേക്കാളും ഡിസിപ്ലിൻഡ് ആയിരുന്നു അവർ. അപ്പം ഞാൻ ആലോചിക്കും, എന്താ ഇവർ ഇത്ര അനുസരണം? ഭാര്യ എന്തു പറഞ്ഞാലും ഭാര്യ അനുസരിക്കുന്നു. ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഇനി ഒരുത്തൻ അവിടെ പാപം ചെയ്താൽ പാപയാഗമായി അർപ്പിക്കാൻ കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളെല്ലാം താലോലിച്ച് വളർത്തിയ ഒരു ആടിനെയാണ്. കേട്ടോ എല്ലാവരും? മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന് പറഞ്ഞ പോലെ പിള്ളേർ എടുത്തോണ്ട് നടന്ന് അവരുടെ തോളത്ത് കയറി നടന്ന് കളിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു ആടിനെ അർപ്പിക്കണം. അതുകൊണ്ട് പിള്ളേർ കടിച്ച് പിടിച്ച് പാപം ചെയ്യാതിരിക്കുക. ഇനി കഥയെ ചോദ്യമില്ല കേട്ടോ, ഇതൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഇത് എക്സാമ്പിൾ പറഞ്ഞു. അപ്പം ഞാനും വളരെ കെയർഫുള്ളാണ് എല്ലാവരും. കാരണം പിള്ളേർ ഇത്രയും പരിശ്രമിക്കുമ്പോൾ ഞാനായിട്ട് മോശമാക്കരുതല്ലോ. ചില സമയത്ത് പിള്ളേർ നമ്മളെ കടത്തി വിട്ട് കളയും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ്റെ ഒരു കുഞ്ഞു മോളുണ്ട്. അവൾക്ക് 2 ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് 1 ചോക്ലേറ്റ് മതി. അപ്പം അപ്പം ചോദിച്ചാൽ അതെന്താണോ? എന്നാലും അവൾ പറയാ, അത് ഞാൻ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് ഒരെണ്ണത്തെ നിർത്തുമെന്ന് പറഞ്ഞു. കൊച്ചാ. അപ്പൊ പുള്ളി കഴിക്കാൻ വേണ്ടി 2 ലഡു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുള്ളി എങ്ങാനും കേൾക്കാൻ എനിക്കറിയത്തില്ല. 2 ലഡു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളി മോളോട് പറഞ്ഞു, മോളെ നീ 1 ചോക്ലേറ്റ് വേണ്ടെന്ന് വെച്ച പോലെ ഞാൻ ഈ 1 ലഡു വേണ്ടെന്ന് വെക്കാൻ പോവാ, 1 ലഡു കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ഈ ലഡു സാധാരണഗതിയിൽ ഒരു കൊതി വരുന്നതല്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഈ പിശാച് പുള്ളിയെ വിട്ടില്ല. 1 ലഡു അവിടെ ഇരിപ്പുണ്ട്, 1 ലഡു. കുറെ നേരം കഴിഞ്ഞപ്പം ഇയാൾ ആരും കാണാതെ ലഡു എടുത്ത് തിന്നു കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ സാക്ഷി കേട്ടോ, എന്ത് തുറന്നാ പറയുന്നത്. അതാ എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ പപ്പ അത് കഴിച്ചു, 2 ലഡുവും കഴിച്ചു, അതുകൊണ്ട് മോളെ ആ ചോക്ലേറ്റ് തിന്നോളാൻ പറഞ്ഞു. എന്നാൽ പുള്ളിക്കൊരു സമാധാനമുള്ളൂ, കാരണം കൊച്ചു ജയിച്ച് നിൽക്കുവാണല്ലോ. അപ്പോൾ കൊച്ചു പറഞ്ഞു, പപ്പ കഴിച്ച സാരമില്ല, എനിക്ക് വേണ്ട, ഞാൻ വേണ്ടാന്ന് വെച്ചാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ചാ, 2ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, എന്നെ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. അവൾ ആ ചോക്ലേറ്റ് ഒന്ന് തിന്നായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്താ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ഈ കാർന്നവർ ഞാനാണ് കാർന്നവർ. പിള്ളേരെല്ലാം ഭയങ്കര ഡിസിപ്ലിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ ഇരിക്കും. ഞാൻ റോഡിൽ പോകുന്ന വഴിക്ക് ഒരുത്തൻ എന്നെ ചീത്ത പറഞ്ഞ് കളിയാക്കി. ഞാൻ അവനോട് പൊട്ടി വെച്ച് കൊടുത്തു. അവൻ്റെ പല്ല് താഴെ പോയി. ഇപ്പം യാഗം അർപ്പിക്കാൻ പോകണം. ഈ ആടിനെ കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്ന് പറയാം, പപ്പായ്ക്കൊരു അബദ്ധം പറ്റി മക്കളെ. എന്താ പപ്പ? അപ്പോഴേ പിള്ളേർ കരയാൻ തുടങ്ങി. കാര്യം മനസ്സിലായി.
പപ്പ ഇന്നൊരു തെറ്റ് ചെയ്തു, ഈ യാഗം അർപ്പിക്കും. അപ്പൊ പിള്ളേർ ഭയങ്കര കരച്ചില്ല. പപ്പ എന്ത് പണിയാ കാണിച്ചത്, ഞങ്ങൾ എന്തോരം ഡിസിപ്ലിൻ ആയിട്ട് ജീവിച്ച് എന്തിനു വേണ്ടിയാ, ഞങ്ങളുടെ ആടിപ്പോ പോയല്ലോ. ഭയങ്കര കരച്ചില്ല. അപ്പം അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു, മക്കളെ ഇത് ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ഈ ആട് വേറെ എന്തെങ്കിലും അസുഖം വന്ന് ചാവാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആടില്ലാതെ വരാം, നമ്മുടെ ജീവൻ തന്നെ പോകാം, കാരണം കർത്താവിനോട് കളിക്കരുത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോട്ടെ, നമുക്ക് ദൈവം ഇതിലും നല്ല ആടിനെ തരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പിള്ളേർ കരച്ചു നിന്നില്ല. കെട്ടിപ്പിടിച്ച് നടക്കുന്നു, ആടിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. അവസാനം ഞങ്ങളെല്ലാവരും കൂടെ യാഗം അർപ്പിക്കാൻ വേണ്ടി പോകും ആടിനെ കൊണ്ട്. ആദ്യമൊക്കെ പിള്ളേർ വിചാരിക്കും പാവം അപ്പൻ, അല്ല ഈ അപ്പൻ്റെ കാര്യം എന്നൊക്കെ വിചാരിച്ച് കുറേ കഴിയുമ്പോൾ വിചാരിക്കും അപ്പം പാവം, ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവം എന്തിനാ ഈ ഈ ആടിനെ തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്, എത്രയോ മുടന്തുള്ള സുന്ദര ഇറച്ചിയുള്ള ആടുകളുണ്ട്, അതിന് ഒരെണ്ണത്തിന് അർത്ഥം പോരെ എന്ന് കുഞ്ഞുങ്ങൾ അവസാനം ദൈവത്തോട് തന്നെ വിഷമം തോന്നിയിട്ടാണ് ഇവർ ആടിനെ ഇവരുടെ സ്നേഹം ആരോടെ യഥാർത്ഥത്തിൽ യാഗമർപ്പിച്ച് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവരുടെ മനസ്സിലോട്ട് എന്താ പോകുന്നറിയോ, ഏറ്റവും നല്ല ആടിനെ കൊടുത്തവനാണ് ഞാൻ എന്നുള്ള ഫീലിങ്ങോടെ ഇറങ്ങുന്നല്ലേ, ആണോ അല്ലയോ? പക്ഷെ കർത്താവ് എന്താ നോക്കിയത്, ഈ ആടിന്റെ രോമാന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ല. കർത്താവ് നോക്കിയത് ഇവന് യാഗം അർപ്പിച്ചപ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിച്ചോ എന്നാ. അവിടെ ആടും പോയി, അര മാർക്ക് പോലും കിട്ടിയതുമില്ല. അനുസരിക്കാൻ പറ്റാത്ത ഒരു പ്രമാണം ഈ പ്രമാണങ്ങളുടെ അകത്തെല്ലാം മറഞ്ഞിരുന്നു. അതാണ് ഗിരിപ്രഭാഷണം യേശു പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ആ പ്രമാണത്തെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത, ആത്മാവിനെ കൊണ്ട് മാത്രം കഴിയുന്ന, പുതിയ ജീവനാൽ യേശു നമ്മളിൽ വസിക്കാതെ കഴിയാത്ത ഒരു പ്രമാണം. രണ്ടാമത്തെ പ്രമാണം എന്താ? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കൊച്ചിന് സുഖമില്ല, ഞാൻ അവനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നു. ഡോക്ടറോട് ഭയങ്കര എന്ത് പറ്റി എൻ്റെ കൊച്ചിന്, ഡോക്ടറെ ഭയങ്കര ടെൻഷൻ, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, രക്തം കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, റിസൾട്ടിന് വേണ്ടി ഓടി നടക്കുന്നു. അയൽവക്കത്തെ കൊച്ചിന് ഇതിനേക്കാൾ വലിയ അസുഖം ഉണ്ടായി. ഞാൻ നല്ല മനുഷ്യനും വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, മരുന്ന് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, വണ്ടി ഓടിച്ച എല്ലാ പണിയും ഞാൻ ചെയ്യുന്നു. നല്ല മനുഷ്യനല്ലേ? എല്ലാം അനുസരിച്ചില്ലേ? ഒരു കുഴപ്പമുണ്ട്. എൻ്റെ കൊച്ചിന് സുഖമില്ലാതായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഈ കൊച്ചിന് അതിനേക്കാൾ വലിയ പനിയായിട്ടും എനിക്ക് എന്താണെന്നറിയത്തില്ല, ടെൻഷൻ വരുന്നില്ല. എന്തായിരിക്കും എൻ്റെ കാരണം? അതിൻ്റെ കാരണം? കമാൻഡ്മെന്റ് എന്തോ? നിങ്ങളുടെ അയൽവക്കത്ത് ഒരു കൊച്ചിന് സുഖമില്ലെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതാണോ കമാൻഡ്മെന്റ്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കുക, എൻ്റെ കൊച്ചിന് രോഗം വന്നപ്പം എനിക്കുണ്ടായ അതേ ടെൻഷൻ ഇവിടെ ഉണ്ടാകട്ടെ. ഉണ്ടാവോ? ഉണ്ടാവില്ല. ഈ പാപത്തിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിന് മുമ്പിൽ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് സീറോ ആക്കി മാറ്റുന്നു. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. നമ്മുടെ ഹൃദയം നന്നായാൽ പോലും നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് പോകാൻ തടസ്സപ്പെടുത്തുന്ന ഒരു പാപത്തിന്റെ തത്വം നമ്മുടെ അവയവങ്ങളിലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾസ് പലതും റിപ്പീറ്റ് ചെയ്യും, കാരണം എൻ്റെ എക്സാമ്പിൾസ് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദാറ്റ് എക്സാമ്പിൾസ് വിൽ ബി റിപ്പീറ്റഡ്. ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, എങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ എക്സാമ്പിൾ പറയാണ്. ഞങ്ങൾക്കുള്ള 4 മക്കളിൽ ഒരാൾ HIV പോസിറ്റീവാണ്. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത മക്കളാണ് 3 പേര്. HIV ഉള്ള കൊച്ച് ബാംഗ്ലൂർ ഒരു കെയർ സെന്ററിലാണ് ഇപ്പം. 2017 ജൂലൈയിൽ ഞാൻ ഇവനെ കാണാൻ വേണ്ടി പോവാം. ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അന്ന് പോയപ്പോൾ നടന്നൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പം ഇവനോട് സംസാരിച്ചു, കുറേ നേരം അവൻ്റെ കൂടെ ഇരുന്നു, കളിച്ച് ടോയ്സ് ഒക്കെ കൊണ്ടു കൊടുത്തു. 16 വയസ്സുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. തിരിച്ചിറങ്ങാൻ നേരത്ത് ഞങ്ങൾ വണ്ടിയെ കയറിയ ശേഷം എനിക്ക് തോന്നി ഇവനോട് പോയി ഒന്നും കൂടെ ഒരു ബൈ പറയണം. ഞാൻ രണ്ടാമത് ഇറങ്ങി ചെന്ന് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ പപ്പ അടുത്ത മാസം വരാം കേട്ടോ, ടാറ്റ എന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവനെന്നെ വട്ടം അങ്ങ് കെട്ടിപ്പിടിച്ചു, ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞ് എൻ്റെ ഷർട്ടെല്ലാം നനഞ്ഞ്, കണ്ണുനീര് നനഞ്ഞ് കുളിച്ച്. ഞാൻ വിചാരിച്ചു കരഞ്ഞങ്ങ് തീർക്കട്ടെ, അവൻ്റെ സങ്കടം അങ്ങ് തീർക്കട്ടെ. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. ഒരു 10 മിനിറ്റ് എങ്കിലും കരഞ്ഞ് കാണുമായിരിക്കും. സമയമൊന്നും നോക്കാൻ പറ്റത്തില്ല ആ സമയത്ത്, എത്ര നേരം കരഞ്ഞു അങ്ങനെ നോക്കുന്നു. കരഞ്ഞു കഴിഞ്ഞ് അവന് ആശ്വാസമായി, കരച്ചിൽ നിർത്തി. ഞാൻ അവന് ടാറ്റ പറഞ്ഞു, അവൻ ചിരിച്ചു, ടാറ്റ ബൈ പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എൻ്റെ മോനെ പോലെ വീട്ടിൽ വളർത്തി സ്നേഹിക്കാൻ പറ്റാത്തത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, അത് നിന്റെ മോനല്ലാത്തതുകൊണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, 3 വയസ്സിൽ അവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പം അവന് ഗമ്മീന്ന് ബ്ലീഡിങ്,
ലൂസ് മോഷൻസ്, പനി, എല്ലാ പ്രശ്നങ്ങളും. ഞങ്ങൾ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണെങ്കിലും ഇവനെ എടുത്തുകൊണ്ട് നടന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. 10 വർഷം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അവനെ രാജ്കോട്ടിൽ നിന്നായിരുന്നു എൻ്റെ പേര്. അവനെ തിമോത്തി ചേസ് എന്ന് മാറ്റി മകനാന്ന് പറഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. മക്കളെ പോലെ നോക്കി. ഞങ്ങളുടെ പിള്ളേരോട് കളിച്ചു, ഞങ്ങളുടെ പിള്ളേരോട് വളർന്നു, മറ്റു പിള്ളേരോട് വളർന്നു. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവന് TBയുടെ മുഴകൾ വന്നു തുടങ്ങി, മറ്റ് ഇൻഫെക്ഷൻസ് വന്നു തുടങ്ങി. മറ്റു പിള്ളേർക്ക് പകരുമോ എന്നുള്ളൊരു ഇത് വന്നു. തന്നെയുമല്ല, കേരളത്തിലേക്ക് ഞങ്ങൾ പോരേണ്ടി വരുന്ന സമയത്ത് ഇവനെ കേരളത്തിൽ കൊണ്ടുവന്നാൽ പഠിപ്പിക്കാൻ എവിടെ വിടും? സ്കൂളിൽ വിട്ടാൽ പ്രശ്നം. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും HIV ഇല്ല, മോൻ എങ്ങനെ വന്നു? പിന്നെ അതിൻ്റെ എൻക്വയറി, അന്യസംസ്ഥാനത്തെ പിള്ളേർ ഇവിടെ എങ്ങനെ വളർത്തുക, 100,000 പ്രശ്നം. ഞങ്ങൾക്ക് അവിടെ കളക്ടറുടെ ഒരു സ്പെഷ്യൽ സാങ്ഷനിലാണ് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒത്തിരി ക്രൈസിസ് വന്നപ്പോഴല്ലേ കർത്താവെ ഞാൻ ഇവനെ സന്തോഷത്തോടെ അല്ലല്ലോ, ഇങ്ങനെ പ്രതിസന്ധി ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവനെ ഞങ്ങൾ കെയർ സെന്ററിലേക്ക് വിട്ടത്. എങ്ങനെയുണ്ട് എൻ്റെ എക്സ്ക്യൂസ്? നല്ല എക്സ്ക്യൂസ് അല്ലേ? വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നോ? നല്ല എക്സ്ക്യൂസ് അല്ലേ? ആരായാലും കേൾക്കുമല്ലേ? കർത്താവ് പറഞ്ഞു, നീ എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും, പണ്ടേ നീ എക്സ്ക്യൂസ് പറയാൻ മിടുക്കനാ. നിനക്ക് അവനോട് നിന്റെ മകനല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഞാൻ വിഷമിച്ചു പോയി. കർത്താവിനോട് തിരിച്ചു പറയാനൊന്നും പറ്റില്ല. ചിന്തിച്ചു നോക്കിയപ്പോൾ സംഗതി ശരിയാ. എൻ്റെ സ്വന്തം മകനായിരുന്നത് വന്നെങ്കിൽ ഞാൻ അവനെ കെയർ സെന്ററിലാക്കിയേനെ. കാരണം നിവൃത്തിയില്ല. നമുക്ക് രാത്രി ചിലപ്പോൾ അവന് മെഡിക്കൽ എമർജൻസി വരും ഈ കൊച്ചിന്. അപ്പം ശ്വാസം കൊടുക്കേണ്ടി വരും, മരുന്ന് എപ്പോഴും ഡോക്ടർമാരുടെ അറ്റൻഷൻ വേണം. ആ ഒരു സ്ഥിതി ആയിരുന്നു. അപ്പം എൻ്റെ മോനായിരുന്നാലും ഞാൻ ചിലപ്പോൾ കെയർ സെന്ററിൽ വിട്ടേനെ. പക്ഷെ അവനെ ബാംഗ്ലൂർ വിട്ടിട്ട് ഞാൻ കൊച്ചിയിലൊന്നും താമസിക്കില്ലായിരുന്നു. അവൻ്റെ കെയർ സെന്ററിൻ്റെ അടുത്തൊരു വീട് ഞാൻ വാടകയ്ക്ക് എടുത്തേനെ. എല്ലാ ദിവസവും രാവിലെ പോയി അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ. അതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വേണമെങ്കിൽ പോയി ബാംഗ്ലൂരിലോട്ട് മാറാം, താമസം മാറി അവൻ്റെ അടുത്ത് പോവാം, നീ അതാണോ എന്നോട് പറയുന്നത്? അപ്പം കർത്താവ് പറഞ്ഞു, നീ അതിൻ്റെ അകത്ത് പോയി വീട് വെച്ചാലും നീ തന്നെയാണ്. നിൻ്റെ ഉള്ളിലെ ഈ ജഡത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. കർത്താവ് ഒരു വാക്കോടെ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തെന്നല്ലേ നീ വിചാരിക്കുന്നത്? ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സീറോയാണ്. അന്നാ എനിക്ക് മനസ്സിലാകുന്നൊരു അൺഒബേയബിൾ ഹോളി കമാൻഡ്മെന്റ്, പരിശുദ്ധവും കർത്താവിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു അതിവിശുദ്ധ പ്രമാണം ഇടയിലൂടെ പോകുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ കടക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായി മാറുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമാണമില്ല. പഴയ നിയമത്തിൽ കുറെ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമാണവുമില്ല. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയാ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എറിഞ്ഞു കളയാൻ, പ്രിയ സഹോദരങ്ങൾ. ഞാനൊരു ദിവസം കർത്താവിനോട്, എൻ്റെ കർത്താവ് കണ്ണില്ലായിരുന്നെങ്കിൽ ഈ വീട് കാണണ്ട, നാട് കാണണ്ട, വണ്ടി കാണണ്ട, എല്ലാം ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മതിയായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് തലവേദന, കണ്ണുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറയും ഗ്ലുക്കോമയാണ്, കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നത്. 2000 അപ്പം തന്നെ ഞാൻ കർത്താവിനോട്, എൻ്റെ കർത്താവേ, എനിക്ക് ഇടർച്ച വന്നാലും കുഴപ്പമില്ല, എൻ്റെ കണ്ണ് തിരിച്ചു തന്നു. 12 വർഷമായിട്ടും കുഴപ്പമൊന്നുമില്ല. കാഴ്ച ഇപ്പോൾ കൂടുതലാണെന്ന് എനിക്കൊരു സംശയം. പക്ഷെ നടക്കുകയില്ല. കൽപ്പനകളെല്ലാം ഭയങ്കര ഹെവിയാ, നടക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ ആത്മാവിൽ കണ്ടാൽ നമ്മൾ അലറി നിലവിളിക്കും, കർത്താവേ, പാപത്തിന്റെ പരിജ്ഞാനം കാരണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആന്തരിക വശം, വിശുദ്ധമായ വശം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം നീതിമാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ തകർന്നവരും നുറുങ്ങിയവരും കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നവരുമായിരിക്കും. എന്നാൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അനുസരിക്കാവുന്ന പ്രമാണങ്ങളുടെ ബാസ്ക്കറ്റ് എടുത്ത് കൈപിടിച്ചിട്ട് ഞാൻ നീതിമാനായി എന്ന് പറയാം. ദൈവത്തിന് മുമ്പിൽ ഇതൊരു വെല്ലുവിളിയാണ്, പ്രിയ സഹോദരങ്ങൾ. പുതിയ നിയമത്തിലെ കർത്താവ് ആന്തരികമായ നീതി വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധീകരണത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് പറയണം, കർത്താവെ, എൻ്റെ പാപത്തിൻ്റെ ഡെപ്ത് എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. എൻ്റെ പ്രവൃത്തികളല്ലാത്ത വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ വസിച്ചിട്ട് അവൻ ഉളവാക്കുന്ന പ്രവൃത്തികളാൽ എന്നിലുണ്ടാകേണ്ട വിശുദ്ധീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നിന്റെ മുൻപിൽ ഞാൻ മരിക്കേണ്ടത് എത്ര ആവശ്യം. എന്നിൽ നിന്ന് ഒരു നന്മയും വരാത്ത ഈ പാപജഡം യേശുവിൻ്റെ ക്രൂശിൽ വിട്ടുകളഞ്ഞ മരണത്തോട് ഏകീഭവിക്കേണ്ടത് എത്ര ആവശ്യമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത് അത്യാവശ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.